നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇത് സുതാര്യതയുടെ പേരിലുള്ള ചട്ടങ്ങളോ അതോ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ ആയുധമോ? വിദേശ സഹായം സ്വീകരിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് മേൽ കേന്ദ്ര സർക്കാർ വീണ്ടും കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഏറ്റവും വലിയ ആശങ്ക ഉയരുന്നത് ക്രൈസ്തവ സഭകളിലാണ്. പതിറ്റാണ്ടുകളായി വിദ്യാഭ്യാസവും ആരോഗ്യവും ജീവകാരുണ്യ സേവനവും നടത്തുന്ന സ്ഥാപനങ്ങളെ മതപരിവർത്തനം എന്ന ഒറ്റ ആരോപണത്തിന്റെ പേരിൽ സംശയത്തിന്റെ കൂട്ടിലടയ്ക്കുകയാണോ? നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സഭകൾക്കിടയിൽ ഭയം വളരുന്നത്? അഴിമതി തടയാനാണോ ഈ നീക്കം, അതോ വിശ്വാസത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ചിറകരിയാനോ? ഭരണകൂടത്തിന്റെ സുരക്ഷാവാദവും സഭകളുടെ ആശങ്കയും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ഇതിന് മറുവശം കൂടിയുണ്ട്. നിയമാനുസൃതമായി പണം സ്വീകരിക്കുകയും ഓരോ രൂപയും സുതാര്യമായി ചെലവഴിക്കുകയും ചെയ്യുന്നവർ കേന്ദ്ര സർക്കാരിന്റെ കർശന ചട്ടങ്ങളെ എന്തിനു ഭയക്കണം? അതോ നിയന്ത്രണങ്ങൾ കർശനമാകുമ്പോൾ പുറത്തു വരാൻ പാടില്ലാത്ത ചില സത്യങ്ങൾ പുറത്തു വരുമെന്ന ആശങ്കയുണ്ടോ? മതപരിവർത്തനം എന്ന ആരോപണത്തെ മറയാക്കി എല്ലാ നടപടികളെയും എതിർക്കുന്നതിന് മുൻപ് വിദേശ സഹായത്തിന്റെ കണക്കുകൾ നൽകേണ്ടതല്ലേ? സത്യസന്ധമായ പ്രവർത്തനമാണെങ്കിൽ പരിശോധനയെ എന്തിനു ഭയക്കണം? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. വിദേശ സംഭാവന നിയന്ത്രണ നിയമം, ഇതിന്റെ ചട്ടങ്ങൾ ഇപ്പോൾ പുതുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ ചട്ടങ്ങൾ പുറത്തു വരുമ്പോൾ അത് ആശങ്കപ്പെടുത്തുന്നത് ക്രൈസ്തവ സഭകളെയാണ്. സഭകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇതെന്നാണ് സഭകളുടെ ആശങ്ക. പരസ്യമായി തന്നെ വിവിധ സഭകൾ ഇക്കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോട് ഈ ചട്ടങ്ങൾ പിൻവലിക്കണം എന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളിലായി ഏതെല്ലാം ഇനങ്ങൾക്കാണ് വിദേശത്ത് നിന്ന് സ്വീകരിക്കുന്ന സംഭാവനകൾ ചെലവഴിക്കുന്നത് എന്ന് കൃത്യമായി നിർവചിച്ചിരിക്കുകയാണ് പുതിയ ചട്ടങ്ങളിൽ. 5 മേഖലകളാക്കി തിരിച്ചുകൊണ്ടാണ് 105 ഇനങ്ങളിൽ വിദേശ സംഭാവനകൾ വിനിയോഗിക്കാമെന്ന് പറയുന്നത്. അതിലെടുത്തു പറയേണ്ട കാര്യം, മതപരിവർത്തന ശ്രമം നടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കും എന്നുള്ള കാര്യമുണ്ട്. ഇതാണ് സഭകളെ ആശങ്കപ്പെടുത്തുന്നത്. മതപരിവർത്തന ശ്രമം എന്നുള്ള വാചകം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുമെന്നും അത് നിർവചിക്കേണ്ട രീതിയിൽ നിർവചിച്ചിട്ടില്ലെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി വേണമെങ്കിൽ സഭകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുമാണ് ഇപ്പോൾ ക്രൈസ്തവ സഭകളുടെ ആശങ്കയായി വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സ്ഥാപനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ കത്തിവെക്കുന്ന രീതിയിലുള്ള ചട്ടങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പോലും പരസ്യമാക്കണം, അത് പരിശോധനയ്ക്ക് വേണ്ടി നൽകണം എന്ന കാര്യവും ഈ ചട്ടത്തിൽ ഉൾപ്പെടുകയാണ്. ഇതുകൂടി സഭകൾക്ക് ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണ്. നേരത്തെ FCRA നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്ന വേളയിലും ഇത്തരത്തിലുള്ള ആശങ്ക സഭകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ ബിൽ അവതരണം മാറ്റിവെക്കുകയും ചെയ്തതാണ്. വിദേശ സംഭാവനകൾ സ്വീകരിക്കുമ്പോൾ ഏർപ്പെടുത്തുന്ന ചട്ടങ്ങളാണ് ഇപ്പോൾ സഭകൾക്ക് മുന്നിൽ ആശങ്കയായി വന്നിട്ടുള്ളത്. ഈ ചട്ടങ്ങൾ പിൻവലിക്കണമെന്നുള്ള സഭകളുടെ ആവശ്യം അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ സംഭാവനകൾ വിദേശത്ത് നിന്ന് സ്വീകരിക്കുമ്പോൾ അത് സുതാര്യമായിരിക്കണം. ഏതെല്ലാം ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ സംഭാവനകൾ സ്വീകരിക്കുന്നത് അതേ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ വിനിയോഗിക്കണമെന്നും ഈ സംഭാവനകൾ സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മേൽ കർശനമായ നിരീക്ഷണം ഉണ്ടാകുമെന്നും അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പോലും നിരീക്ഷിക്കുമെന്നുമാണ് ഈ ചട്ടങ്ങളിൽ പറയുന്നത്. അതോടൊപ്പമാണ് മതപരിവർത്തനം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ പണം ഉപയോഗിക്കുകയാണെങ്കിൽ ലൈസൻസ് റദ്ദാക്കും എന്നുള്ള കാര്യവും മറ്റ് നിരവധി കാര്യങ്ങൾ ഈ ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ സിബി സത്യൻ, അഡ്വക്കേറ്റ് സാജു ജേക്കബ് എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ശ്രീ അഡ്വക്കേറ്റ് സാജു ജേക്കബ്, എന്താണ് ഈ സഭകൾക്കുള്ള ഈ വലിയ ആശങ്ക? സുതാര്യമായിട്ട് വിദേശ സംഭാവനകൾ വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിയന്ത്രണം വേണ്ടിവരും. പക്ഷേ സഭകൾ ഇങ്ങനെ ഒരു ആശങ്ക ഉന്നയിക്കുമ്പോൾ ഇതെന്തോ സഭകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ അവരുടെ കഴുത്തിന് പിടിക്കുന്ന ഒന്നായി പോയി എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതേ പ്രയോഗം തന്നെ ചില സഭാധ്യക്ഷന്മാരും പറയുന്നുമുണ്ട്. അതെ, അങ്ങ് അതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആശങ്കപ്പെടാനൊന്നും ഇല്ല എന്ന് തോന്നിയേക്കാം. എന്നാൽ നിയമപരമായി ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഏത് FCRA ഓർഗനൈസേഷനാണോ ഈ പണം സ്വീകരിക്കുന്നത് അവരുടെ സ്വതന്ത്ര അവകാശം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
സ്വയംഭരണ അവകാശം എന്ന് പറയുന്നത് തന്നെ ഒരു സംഘടനയായാലും ഒരു ട്രസ്റ്റ് ആയാലും ഒരു സൊസൈറ്റി ആയാലും ഒരു മതപരമായ സംഘടനയായാലും എല്ലാവർക്കും അവരുടേതായ കോൺസ്റ്റിറ്റ്യൂഷനോ എല്ലാവർക്കും അവരുടേതായ ഡീഡോ എല്ലാം ഉണ്ട്. ആ ഡീഡും ആ കോൺസ്റ്റിറ്റ്യൂഷനും ആ സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ചാണ് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് അതിനുള്ള സ്വയംഭരണ അവകാശമുണ്ട്. എന്നാൽ ഇനി മുതൽ അത്തരത്തിലുള്ള സ്വയംഭരണ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. കാരണം വളരെ കൃത്യമായിട്ട് ഈ സ്വയംഭരണ അവകാശത്തിന് കത്തിവെച്ചുകൊണ്ടാണ് ഈ പുതിയ നിയമം വന്നിട്ടുള്ളത് എന്നാണ് നിയമപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഇത് സഭകളുടെ മാത്രമല്ല, ക്രിസ്ത്യൻ മിഷണറി സഭകളുടെ മാത്രമല്ല, എല്ലാ NGOസിനും FCRA വഴി കിട്ടുന്ന എല്ലാ സംഭാവന കിട്ടുന്ന എല്ലാ സംഘടനകൾക്കും ഓർഗനൈസേഷനും ഈ നിയമം ബാധകമാണ്. അവർക്ക് ആർക്കും തന്നെ ഇനി മുതൽ സ്വയംഭരണാവകാശം ഇതുവരെ ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരിക്കുന്നില്ല. അല്ലെ, ഈ സ്വയംഭരണ അവകാശം എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് സാജു ജേക്കബ്, ഈ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുമ്പോൾ അതിനൊരു നിയന്ത്രണം വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതിനുവേണ്ടിയാണ് ഈ നിയമം രൂപീകരിച്ചത് തന്നെ. ഇത് തോന്നിയ പോലെ ഇത് വിനിയോഗിക്കുവാൻ പറ്റില്ല. അതുപോലെ തന്നെ ദേശസുരക്ഷയെ പോലും ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇതിൽ ഞാൻ ചില ചട്ടങ്ങൾ വായിക്കാം. അതിൽ പ്രവർത്തന ലക്ഷ്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കണം എന്നുള്ള ചട്ടം, അതിൽ ആർക്കും എതിർപ്പില്ലല്ലോ. എന്തിനു വേണ്ടിയാണ് വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം. അത് അങ്ങനെ തന്നെ വേണ്ടി വരും. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളും പ്രസിദ്ധീകരണങ്ങളും എന്ന ഒരു ക്ലോസ് എടുത്തിട്ടുണ്ട്. അത് FCRA ലൈസൻസിനായി അപേക്ഷിക്കുമ്പോൾ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ മാധ്യമം, അതായത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വെളിപ്പെടുത്തണം. കൂടാതെ ഭാരവാഹികളോ സ്ഥാപനമോ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പുസ്തകങ്ങളോ ലേഖനങ്ങളോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളും നൽകണം. പിന്നെ പ്രവർത്തന പരിചയം, FCRA രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിൽ ചുരുങ്ങിയത് 10 ലക്ഷം രൂപയുടെ വിദേശ സഹായം കിട്ടിയിരിക്കണം. പിന്നെയുള്ളതാണല്ലോ ഈ മതപരിവർത്തനത്തിന് വിലക്ക് എന്നുള്ളത്. മതപരമായ കാര്യങ്ങൾക്ക് അതൊരു ഭാഗമാണല്ലോ. മതപരമായ കാര്യങ്ങൾക്ക് വിദേശത്ത് നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിക്കാം. പക്ഷേ അത് മതപരിവർത്തന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ കർശനമായ വിലക്ക് വന്നിട്ടുണ്ട്. ഫണ്ട് ഉപയോഗത്തിലെ കർശന നിരീക്ഷണം, ഒറ്റത്തവണ ഫണ്ട് സ്വീകരിക്കാനുള്ള മുൻകൂർ അനുമതിയുടെ ഭാഗമായി കിട്ടിയ തുകയുടെ 75% ചെലവഴിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അടുത്ത ഗഡു കിട്ടുകയുള്ളൂ. പിന്നെ അങ്ങനെ പോയിട്ട് ഇത് ലംഘിച്ചു കഴിഞ്ഞാലുള്ള പിഴ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എവിടെയാണ് ഈ സ്വയംഭരണാവകാശത്തിന്മേൽ കത്തിവെച്ചു എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഈ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ അത് വെളിപ്പെടുത്തണം എന്നുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം, അതൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് മാത്രമല്ല, ഇതിനകത്ത് ഓരോ സംസ്ഥാനത്തുനിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് ഈ NGOകളുടെ ഈ സംഭാവന സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരോ അവര് വേറൊരു സംസ്ഥാനത്തിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോഴോ അതെല്ലാം ഓരോ നിമിഷവും ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിനെ അറിയിച്ചിരിക്കണം. അങ്ങ് ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ തന്നെ ശക്തമായ ഒരു ഭരണ സംവിധാനവും ഒരു നിയന്ത്രണ സംവിധാനവും ഉണ്ട്. അത് മാത്രമല്ല, അത് ചർച്ച ആയിക്കോട്ടെ, അത് ക്രിസ്ത്യൻ മിഷണറിമാരായിക്കോട്ടെ, അത് സ്വതന്ത്ര സംഘടനകളായിക്കോട്ടെ, ആരായാലും ഭാരതത്തിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അത് ഒരു സംശയവുമില്ല. അത് മാത്രമല്ല, ലക്ഷ്യം ബോധ്യപ്പെടുത്തേണ്ടതും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനൊന്നും ആരും എതിരല്ല. ഇതെല്ലാം 2010 2011 ചട്ടങ്ങളിലെല്ലാം ഉള്ള കാര്യമാണ്. ഇപ്പോ 2026 ജൂൺ 22 ഇത്തരത്തിലുള്ള ഒരു പദ്ധതി തന്നെ കൊണ്ടുവരേണ്ട കാര്യം തന്നെ ഇല്ല. നിലവിൽ ഒരു സംവിധാനം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇത് ഇന്ത്യയിലേക്ക് ആര് വിദേശത്ത് നിന്ന് ഫണ്ട് വരികയാണെങ്കിലും അത് ഡൽഹിയിലുള്ള പാർലമെന്റ് സ്ട്രീറ്റിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഈ പണം ആദ്യം വരേണ്ടത്. അവിടെ നിന്നാണ് ഈ പണം മറ്റുള്ളവരത്തേക്ക് പോകുന്നത്. ഈ ഡൽഹിയിലുള്ള ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റിന്റെ നേരിട്ട് കീഴിലുള്ള ഒരു ബാങ്കാണ്. RBIക്ക് വളരെയധികം സ്വാധീനവും വളരെയധികം നിയമപരമായ ബന്ധവുമുള്ള ഒരു ബാങ്കാണ്. അവർക്കെല്ലാം കൃത്യമായിട്ട് ഓരോ ട്രാൻസാക്ഷനും ട്രെയിൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. ഇവിടെ ഈ ക്രിസ്ത്യൻ മിഷണന്മാരും അതുപോലെ മറ്റ് മതന്യൂനപക്ഷങ്ങളും നടപ്പാക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സാമൂഹ്യ പ്രവർത്തനം, വിദ്യാഭ്യാസ പ്രവർത്തനം, ആതുരാലയങ്ങൾ നടത്തുന്നത്, ഇതെല്ലാം വിദേശത്തു നിന്നുള്ള സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ ഭൂരിഭാഗം ഫണ്ട് വരുന്നതും വിദേശ ഇന്ത്യക്കാരിൽ നിന്ന് തന്നെയാണ്. അത് മൈനോറിറ്റി വിഭാഗങ്ങളുടെ മാത്രമല്ല. ഇതിനകത്ത് 16,000 സംഘടനകളാണ് ഇപ്പൊ ഉള്ളത്. അത് ഈ വർഷം 14,000 കുറഞ്ഞിട്ടുന്നതാണ് എന്റെ കണക്ക്, എന്റെ അറിവ്.
കൃത്യമായിട്ടുള്ള അറിവില്ല. പക്ഷേ അതിൽ തന്നെ എത്ര ന്യൂനപക്ഷ വിഭാഗങ്ങളുടേതുണ്ടെന്ന് പോലും നമുക്കറിയില്ല. എന്റെ അറിവിൽ വളരെ ഒരു 5000-ലോ അല്ലെങ്കിൽ 5000-ഓ 6000-ഓ ആയി ബന്ധപ്പെട്ട ഇത്രയും സ്ഥാപനങ്ങൾ മാത്രമായിരിക്കും ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനം. ബാക്കിയെല്ലാം തന്നെ ഇത് ഒരു സെക്യുലർ അടിസ്ഥാനത്തിലുള്ള നോൺ റിലീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അപ്പൊ മതവിഭാഗങ്ങൾ പക്ഷെ അതിനകത്ത് അപ്പോൾ ഈ ആശങ്ക ആദ്യം രേഖപ്പെടുത്തുന്നത് ക്രൈസ്തവ സഭകളാണ്. അതാണ് അതിനകത്ത് വൈരുദ്ധ്യം വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ മതപരിവർത്തനം ഞങ്ങൾ നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം ഇല്ലാതാക്കും എന്നുള്ള ആശങ്കയാണല്ലോ. അത് തുറന്നു പറയാമല്ലോ താങ്കൾക്ക്. അതാണല്ലോ ആശങ്ക അല്ലേ? അല്ല, അതിനകത്ത് ഈ പ്രോസ്ലൈറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ചേർത്തിട്ടുണ്ട്. അത് ഈ മത പരിവർത്തനവുമായി ബന്ധപ്പെട്ട ആ വാക്ക് തന്നെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുള്ളതും വേറെ നിയമങ്ങളിലോ ഭരണഘടനയിലോ കാണാത്തൊരു പദമാണത്. അത് ഇപ്പോ അങ്ങനെ ഒരു പദം വന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് ഇതുവരെയും ഒരു കൃത്യമായ ഡെഫിനേഷൻ ഇല്ല. ഒരു നിർവചനം തന്നെ അതിന് സാധ്യമല്ല. അതിനേക്കാൾ ഉപരി നമ്മളിപ്പോ അങ്ങ് നേരത്തെ പറഞ്ഞു 10 ലക്ഷം രൂപ 2 വർഷത്തിനോളം ഇല്ലാത്ത പ്രവർത്തന മേഖലയിൽ 10 ലക്ഷം രൂപ ചെലവാക്കിയില്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ അനുവാദം നഷ്ടപ്പെടും. ഞാൻ അങ്ങയോടൊന്ന് ചോദിക്കട്ടെ, ഈ 10 ലക്ഷം രൂപ കിട്ടാത്ത എത്ര സംഘടനകളുണ്ടെന്ന് അങ്ങേക്ക് അറിയാമോ? ഈ ഒരുപാട് ഗ്രാമങ്ങളിൽ, ഇപ്പൊ കേരളത്തിലെ കാര്യങ്ങൾ വിട്, ഇന്ത്യയിലെ മൊത്തം ഒറീസ, ബീഹാർ, അതുപോലെ ഉത്തരേന്ത്യ ഇവിടങ്ങളെല്ലാം ഗ്രാമങ്ങളിലേക്ക് ഈ ചെറിയ സാമ്പത്തിക സഹായം ഒഴുക്കുന്ന ഒട്ടനവധി FCRA സംഘടനകളുണ്ട്. ഇതെല്ലാം പാവപ്പെട്ടവരെയാണ് ബാധിക്കുന്നത്. ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരുപാട് സാമ്പത്തിക സഹായങ്ങളുണ്ട്. അതിനെല്ലാം ഇതിനെ ബാധിക്കും. 10 ലക്ഷം കിട്ടാത്ത 4 ലക്ഷം കിട്ടുന്നു, 5 ലക്ഷം കിട്ടുന്നു ഒട്ടനവധി സംഘടനകളുണ്ട്. അവർക്കൊക്കെ ഈ FCRA രജിസ്ട്രേഷൻ അതോടൊപ്പം തന്നെ നഷ്ടപ്പെടുന്നില്ലേ? അത് നഷ്ടപ്പെടില്ല. അതൊരു വലിയ ചോദ്യമല്ലേ? അപ്പോ മതന്യൂനപക്ഷങ്ങളുടെ കാര്യം അങ്ങ് പറഞ്ഞത് ശരി, അത് നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിനു മുമ്പ് മറ്റുള്ള കാര്യങ്ങൾ, ഈ 10 ലക്ഷത്തിൽ കുറവുള്ള ആളുകളൊക്കെ ഈ സംസ്ഥാനത്ത് നിന്ന് ഓരോ സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഓരോന്നിനും അനുവാദവും അതിനുള്ള ഫോർമാലിറ്റീസും ലീഗൽ പെർമിഷനും ബ്യൂറോക്രസിയുടെ കടന്നുകയറ്റം അതിദൂരകമായിട്ടുള്ള ഒരു വലിയ കുഴപ്പം ഇവിടെ ഉണ്ടാക്കും. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് സാജു ജേക്കബ്, ആശങ്ക മനസ്സിലായി. ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീത് പണിക്കർ, ഇത് ഉദ്യോഗസ്ഥരുടെ പിടി കൂടുതൽ കർശനമായിട്ട് ഇത്തരം സംഘടനകളുടെ മേൽ വീഴും. ഇതൊരു ആശങ്കയാണ്. ക്രൈസ്തവ സഭകൾ ഉന്നയിക്കുന്ന ആശങ്ക ഈ പറയുന്ന പോലെ മതപരിവർത്തന ശ്രമം എന്നുള്ള വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ പണം ഉപയോഗിച്ച്, വിദേശത്ത് നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് ഈ മതപരമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം, ജീവകാരുണ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ ഈ മതപരിവർത്തന ശ്രമം എന്നുള്ള വാക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ ആരോപിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇവയുടെ ലൈസൻസ് റദ്ദാക്കാം, പിഴ ചുമത്താം, പിന്നെ ഫണ്ട് വിദേശത്ത് നിന്ന് വരുന്നത് തടയാം, നിയമ നടപടികളിലേക്ക് കടക്കാം. ഇതാണ് സഭകളുടെ ആശങ്ക. ഇത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ ഈ ബില്ല് കൊണ്ടുവന്നത്, FCRA നിയമ ഭേദഗതി എന്നുള്ള കാര്യത്തിന് വേണ്ടി. പക്ഷേ അതന്ന് പ്രതിഷേധം കാരണം നടന്നില്ല. ഇപ്പോൾ അതിൽ ഈ ചട്ടങ്ങൾ പുതുക്കി നിശ്ചയിക്കുന്നത് വഴി അതേ കാര്യത്തിലേക്ക് തന്നെയാണല്ലോ കേന്ദ്ര സർക്കാർ വരുന്നത്. അതാണ് സഭ ആശങ്കപ്പെടുന്നത്. ശ്രീ മഞ്ജുഷ്, ആ ബില്ലിന് തുല്യമായിട്ടല്ല ഇപ്പോഴത്തെ ഈ റൂൾസ് വന്നിരിക്കുന്നത്. കാരണം അതിൽ നിന്നുള്ള പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ നേരത്തെ പഴയ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ആ പെൻഡിങ് ആയിട്ടുള്ള ബില്ലിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇതിനൊരു അതോറിറ്റിയൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വരുന്നുണ്ട്. അതൊന്നും ഇവിടെ തൽക്കാലമില്ല. അപ്പോൾ അതായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന പ്രശ്നം. നോക്കൂ, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം, മതപരിവർത്തനത്തിനുള്ള ഒരു ശ്രമമാണ് എന്നുള്ള ഒരു ആരോപണത്തിനെ മുൻനിർത്തിക്കൊണ്ട് ആരെയെങ്കിലും നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ വിദേശ ഫണ്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നുവെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയണമായിരുന്നു. പക്ഷെ ചിലർക്ക് മാത്രം കൺസേൺ, ചിലർക്ക് കൺസേൺ ഇല്ല. ഇനി പറയുന്ന ആൾക്കാർക്ക് തന്നെ ഇതല്ല അവർ പറയുന്ന കൺസേൺ. ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ചർച്ചയിലൊപ്പമുള്ള ശ്രീ സാജു ജേക്കബ്, അഭിഭാഷകൻ, അദ്ദേഹം തന്നെ പറഞ്ഞിരുന്ന 2 പ്രധാനപ്പെട്ട കാരണങ്ങളിൽ അതില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, സ്വതന്ത്ര അവകാശവും സ്വയംഭരണ അവകാശവും നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഏത് സ്വതന്ത്ര അവകാശമാണ് നഷ്ടപ്പെടുന്നത്? ഏത് സ്വയംഭരണ അവകാശമാണ് നഷ്ടപ്പെടുന്നത്? ഒന്നും നഷ്ടപ്പെടുന്നില്ല. അബ്സല്യൂട്ട് റൈറ്റ് ഒന്നുമല്ല FCRA എന്ന് പറയുന്നത്. വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്നതിന് ശേഷം ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെലവാക്കാം എന്ന രീതിയിലത്തേക്കുള്ള അബ്സല്യൂട്ട് റൈറ്റ് അതിനില്ല. അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഒരു തരത്തിലുള്ള സ്വതന്ത്ര അവകാശമോ സ്വയംഭരണ അവകാശമോ ഇതിൽ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് വെറുതെ ഒരു വാദത്തിന് വേണ്ടി പറയുന്ന കാര്യം മാത്രമാണ്. 2, ഒരു സംസ്ഥാനത്തുള്ള പ്രവർത്തനത്തിനെ മറ്റൊരു സംസ്ഥാനത്തേക്ക് വ്യാപിപ്പിച്ചാൽ അത് കേന്ദ്രത്തിനെ അറിയിക്കണം എന്നാണ് പറയുന്നത്. അറിയിച്ചാൽ എന്താ പ്രശ്നം?
അറിയിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അങ്ങനെ ഇവിടെ NGO-കൾ പ്രവർത്തിക്കുന്നുണ്ട്, FCRA കിട്ടുന്ന ഓർഗനൈസേഷൻസും കിട്ടാത്ത ഓർഗനൈസേഷൻസും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറേയധികം കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൽ ഒന്നാണത്. ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്, നാളെ കർണാടകയിൽ കൂടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പുതുച്ചേരിയിൽ കൂടി പ്രവർത്തിക്കണം. അത് ഫോർമലായിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതുകൊണ്ട് എന്ത് തരത്തിലുള്ള സ്വയംഭരണാവകാശവും സ്വാതന്ത്ര്യവുമാണ് നഷ്ടപ്പെടുന്നത്? അപ്പോൾ ഇതൊക്കെ വെറുതെ വാദത്തിന് വേണ്ടി പറയുകയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളിതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, 2011 റൂൾസിൽ ബ്രോഡായിട്ടുള്ള കുറേ കാറ്റഗറികൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് റിലീജിയസ് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നതിനെ എന്തൊക്കെ ആവാം എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതിൽ അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ട്. 105 കാരണങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ ഏത് അവകാശമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ശ്രീ സാജു ജേക്കബ് പറയണം. പള്ളി പണിയാം, മതം പഠിപ്പിക്കാം, മൊറാലിറ്റി പഠിപ്പിക്കാം, തിയോളജി പഠിപ്പിക്കാം, കൺവെൻഷൻ നടത്താം, പുസ്തകം എഴുതാം, പഴയ പുസ്തകങ്ങളും സ്ക്രിപ്റ്റേഴ്സും കണ്ടെത്തി സംരക്ഷിക്കാം, ഗോത്രവിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാം, ആചാരം സംരക്ഷിക്കാം, ആരാധനാ സമ്പ്രദായത്തിനെ സംരക്ഷിക്കാം, പിൽഗ്രിം സപ്പോർട്ട് ചെയ്യാം, പിൽഗ്രിംസിന് വേണ്ടുന്ന എല്ലാ അമ്യൂണിറ്റീസും കൊടുക്കാം, ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ പോലെയുള്ള അനുബന്ധ സൗകര്യങ്ങൾ നൽകാം, ഫുഡും ഷെൽട്ടറും നൽകാം, മെഡിറ്റേഷനുള്ള സൗകര്യങ്ങൾ ചെയ്യാം, ആത്മീയമായിട്ടുള്ള മ്യൂസിക് ഉണ്ടാക്കാം, പ്രാർത്ഥിക്കാം, തിയേറ്ററുകൾ ഉണ്ടാക്കാം, എല്ലാ രേഖകളുടെയും ഡോക്യുമെന്റേഷൻ ചെയ്യാൻ പറ്റും. ഏത് അവകാശവും നഷ്ടപ്പെട്ടു? ഏതെങ്കിലും ഒരു അവകാശം ചെയ്തുകൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രൊസലൈറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കില്ല, മതപരിവർത്തനം എന്ന് പറയുന്നത് നടക്കില്ല. അതൊരു അവകാശമാണോ? അല്ല. അത് ഇന്ത്യയിലെ നിലവിലുള്ള നിയമം അനുസരിച്ച് പറ്റില്ല. നമുക്കറിയാമല്ലോ, നമുക്ക് ആർട്ടിക്കിൾ 25 അനുസരിച്ച് മതത്തിനെ പ്രാക്ടീസ് ചെയ്യാം, പ്രൊഫസ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം. അത് മാത്രമേ പറ്റുകയുള്ളൂ. ഈ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതിൽ മതപരിവർത്തനം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പഴയൊരു കേസ് ഉണ്ടായിരുന്നു 1977. അദ്ദേഹം ശ്രീ സാജു ജേക്കബിന് അറിയാമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. 1977 സുപ്രീം കോടതിയിൽ വന്നിരുന്ന റവറൻഡ് സ്റ്റാനിസ്ലവസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. ആ കേസിൽ സുപ്രീം കോടതിയുടെ ഓർഡർ എന്താ? ഓൾമോസ്റ്റ് 60 വർഷം മുമ്പ് വന്നിരിക്കുന്ന ഓർഡറിനെ പറ്റിയാണ്, 50 വർഷം മുമ്പ് വന്നിരിക്കുന്ന ഓർഡറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് യുവർ റിലിജിയൻ എന്ന് പറയുന്നതിനകത്ത് റൈറ്റ് ടു കൺവേർഷൻ എന്നൊരു കാര്യം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊസലൈറ്റൈസേഷന് വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പ്രത്യേകമായിട്ട് ഇതിൽ എഴുതി കഴിഞ്ഞാൽ, പ്രൊസലൈറ്റൈസേഷൻ എന്ന് പറയുന്നതിനെ പ്രത്യേകമായിട്ട് നിർവചിക്കേണ്ടുന്ന കാര്യമില്ല. അത് ഈ രാജ്യത്തിന്റെ നിയമപ്രകാരം അതിലുള്ളതാണ്. തന്നെയുമല്ല, മതപരമായിട്ടുള്ള അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 25 പറയുന്നതിൽ ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിനകത്തിൽ ഏത് അവകാശമാണ് നഷ്ടപ്പെട്ടത്? അതായത് 2011 റൂൾസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്, ഒരു NGO-ക്ക്, ഒരു പള്ളിക്ക് ഏത് അവകാശമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറയുക എന്നുള്ളത്. എനിക്കിപ്പോൾ അഡ്വക്കേറ്റ് സാജു ജേക്കബ് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത്, അദ്ദേഹം ആശങ്കയായിട്ട് പറഞ്ഞത് ഉദ്യോഗസ്ഥർക്ക് അത് വ്യാഖ്യാനിക്കാം എന്നാണ്, ഈ ശ്രമം എന്നാണല്ലോ ഈ പറയുന്ന മതപരിവർത്തന ലൈസൻസിൽ പിടിവീഴുമെന്നാണ്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണം ചെയ്യാം? ഇപ്പൊ ഞാൻ ഒരു ചെറിയ കാര്യം പറയാം, വളരെ ചെറിയൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വേൾഡ് വിഷൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO, ചർച്ചസ് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO, ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO കഴിഞ്ഞ 2 വർഷത്തിൽ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്ന, വളരെ ചുരുക്കമായിട്ടുള്ള, അതായത് സംഘടനയല്ല ബാൻ ചെയ്തിരിക്കുന്നത്, FCRA ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, NGO-കളാണ്. എന്തായിരുന്നു കാരണം? മതപരിവർത്തനം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഫണ്ട് സ്വീകരിക്കുന്നു. അതിന് തെളിവോട് കൂടിയിട്ട് അവിടെ വന്നു, അവരുടെ അത് ക്യാൻസലേഷനായി. നിയമ നടപടികൾ എവിടെ എത്തി? അതിനെ ചാലഞ്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ എവിടെയെങ്കിലും വിജയിച്ചോ? ഇല്ല. 2014 ശേഷം 20,000-ലധികം ഓർഗനൈസേഷൻസിന്റെ, NGOസിന്റെ ലൈസൻസ് ഒന്നുകിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനെ റദ്ദ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് അത് റിവോക്ക് ചെയ്തിരിക്കുന്നത്? അപ്പൊ നമ്മളെന്താ ഈ പറയുന്നത്? ഒരു തരത്തിലുള്ള ചെക്സ് ആൻഡ് ബാലൻസസും ഇല്ലാതെ വെറുതെ ഇന്ന ആൾക്കാര് അവരങ്ങ് മതപരിവർത്തനം നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു എന്നാണോ കരുതുന്നത്? ഞാൻ ചോദിക്കുന്നത് വളരെ കൃത്യമായിട്ട്, ജാർഖണ്ഡില്, മണിപ്പൂരില്, പക്ഷെ അതിന് ഇവർ പറയുന്നത് ഇതിൽ പാർലമെന്റിൽ പോലും ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, എന്തിനാണ് ലൈസൻസ് റദ്ദാക്കിയത്? അപ്പോൾ രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് വെളിപ്പെടുത്താനാകില്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയതെന്നാണ്. അല്ല, ഇത് ആ സംഘടനയുമായി ബന്ധപ്പെട്ടതിന്റെ പരിപാടികൾ നടക്കുന്ന സമയത്ത് കോടതിയിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ജാർഖണ്ഡിലെ, മണിപ്പൂരിലെ, മഹാരാഷ്ട്രയില് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ പ്രവർത്തിച്ചിരിക്കുന്ന നിരവധി ഇവാഞ്ചലിക്കൽ സംഘടനകളുടെ FCRA ലൈസൻസ് റദ്ദായിട്ടുണ്ട്. 13-ലധികം NGO-കളുടെ ലൈസൻസ് റദ്ദായിട്ടുണ്ട്. കാരണം എന്തായിരുന്നു? ട്രൈബൽ കൺവേർഷൻസ്. ട്രൈബൽ ഏരിയയിൽ പോയി ആൾക്കാരെ കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇത് നോക്കിയാൽ മതി, പ്രൊസലൈറ്റൈസേഷൻ പറ്റില്ല എന്ന് സ്പെസിഫിക് ആയിട്ട് 3 സ്ഥലങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. ആ എഴുതിയിരിക്കുന്നതിലെ ഒന്ന് വായിച്ചു നോക്ക്. അത് ട്രൈബൽ കൺവേർഷൻസ് നടക്കില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ്. ട്രൈബൽ ആചാരങ്ങളെ നിങ്ങൾക്ക് റീജുവനേറ്റ് ചെയ്യാം, റിവൈവ് ചെയ്യാം, പക്ഷെ അവിടെ കൺവേർഷൻ പറ്റില്ല. കൺവേർഷൻ ചെയ്യേണ്ടെന്നേ. കൺവേർഷൻ ചെയ്യാൻ ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്നില്ല.
അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ആർക്കാ ഇത് ചർച്ചിൽ മാത്രമല്ലല്ലോ ശരി, ഞാൻ സിബിലേക്ക് ഞാൻ അതിനൊരു ക്ലാരിറ്റി. കാരണം ഈ ക്രൈസ്തവ സഭകൾ യഥാർത്ഥത്തിൽ ഈ ആശങ്ക പറയുന്നത് ഈ ഒരൊറ്റ വാക്കിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രോസലൈറ്റൈസേഷൻ എന്ന പദം നിയമത്തിൽ വ്യക്തമായി എങ്ങും നിർവചിച്ചിട്ടില്ല. ഒരു സഭയുടെ സാധാരണ മതബോധനം, കാറ്റക്കിസം, ബൈബിൾ ക്ലാസുകൾ, ആത്മീയ ശുശ്രൂഷ, സുവിശേഷ പ്രസംഗം, അതുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നത്, കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്, ഇതിൽ ഏതാണ് പ്രോസലൈറ്റൈസേഷൻ എന്ന് ഭാവിയിൽ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, ആരാണ് തീരുമാനിക്കുന്നത്? ഇതെല്ലാം ഈ നിയമത്തിൽ അവ്യക്തതയുണ്ട്. 3, അല്ല, ആത്മീയ പ്രഭാഷണം നടത്താമെന്ന് പറയുന്നില്ലേ അഡ്വക്കേറ്റ് സാജു ജേക്കബ്? ആത്മീയ പ്രോസലൈറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വാക്കല്ലേ? അല്ല, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വാക്കല്ല. നിയമത്തിലെല്ലാം കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. പ്രോസലൈറ്റൈസ് എന്ന് പറയുന്നതിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പറയുന്ന നിർവചനം എന്താ? To try to persuade other people to accept your beliefs, especially about religion or politics. ഇതാണ് proselytize ചെയ്യുക. അങ്ങേക്ക് അറിയാലോ, സാധാരണ ഇംഗ്ലീഷ് പദങ്ങളല്ല നിയമത്തിൽ കൃത്യമായിട്ട്. ഇത് നിയമപദമൊന്നും അല്ല, ഇത് നിയമപദമല്ല. proselytize ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധാരണ പദമാണ്, മതപരിവർത്തനമാണ്. നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തരുത്. അതല്ലാതെ വേറെ അർത്ഥം ഏതാ ഉള്ളത്? അല്ല, proselytize എന്നുള്ള വാക്കിന് വേറെ എന്താ അർത്ഥം ഉള്ളത് സാർ ഒന്ന് പറയൂ? proselytize എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിന്റെ വേറെ അർത്ഥം എന്താ? അങ്ങ് പറഞ്ഞ ഒരു വിധി ഉണ്ടല്ലോ, ആ വിധിയിൽ തന്നെ പറയുന്നുണ്ട് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് യുവർ ഫെയ്ത്ത്, ബട്ട് യു ഹാവ് നോ റൈറ്റ്. ദാറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് പ്രോസലൈറ്റൈസേഷൻ എന്നല്ലേ ആ വിധി? ഒരു വ്യക്തിയെ നിർബന്ധമായിട്ടും മതപരിവർത്തനത്തിന് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമാണ് ആ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാനും പറഞ്ഞത്. ബൈ ഫോഴ്സ് ഇതൊന്നും ഒരു സഭകളും ഇവിടെ ചെയ്യുന്നില്ല. പക്ഷേ ആശങ്ക ഉള്ളത് ഇതൊന്നും കൃത്യമായി നിർവഹിച്ചിട്ടില്ല. ഒരു സെക്കൻഡ് സാറ്, കാഴ്ചക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ശ്രീ സാജു ജേക്കബ്, താങ്കൾ കാഴ്ചക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. പ്രൊസലിറ്റൈസ് എന്ന് പറയുന്നതിന് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അല്ലാത്ത അർത്ഥം എന്താന്ന് പറയുന്നത് എവിടെയാ കൺഫ്യൂഷൻ? 2010 നിയമത്തില് ഒരു ഉദ്യോഗസ്ഥനെ അങ്ങ് നിയമിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥന് എത്ര അധികാരവും ഏത് അധികാരം ഉപയോഗിക്കാം. ആ അധികാരം ഉപയോഗിച്ച് എപ്പോ വേണമെങ്കിലും ഒരു സംഘടനയുടെ FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കിട്ടാനായിട്ട് പാടാണ്. അതിനെല്ലാം ഈ ചെറിയ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ, ഇതെല്ലാം അങ്ങ് ഒരു പക്ഷിയെ കൂട്ടിലടിച്ചതിന് ശേഷം വീണ്ടും ആ പക്ഷിക്ക് കുരുക്കിടുന്നതിന് തുല്യമാണ്. അത്രയേ ഉള്ളൂ. കൂട്ടിലടച്ച പക്ഷികളൊക്കെ, ഈ ട്രൈബൽ കൺവേർഷന് പോയ പക്ഷികളൊക്കെ എന്താ സാർ പിന്നീട് പറക്കാതിരുന്ന എന്താ? നിയമം ഇല്ലാഞ്ഞിട്ടാണോ? ചലഞ്ച് ചെയ്യാനായിട്ടാണോ? എന്താ കോടതി അപ്രൂവ് ചെയ്യാൻ? ഇത് കോടതി കൂട്ടിലിടുന്ന പക്ഷിയാണോ? അല്ലെ, ഇത് അങ്ങയുടെ ഭാഷയിൽ സാർ സുപ്രീം കോടതിയിലെ വക്കീലല്ലേ? കോടതിയിൽ പോയതല്ലേ? എന്നിട്ട് കോടതി എന്താ പറഞ്ഞത് സാർ? അങ്ങേക്ക് നാളെ എന്തെങ്കിലും ഒരു സഹായം ആവശ്യം വരുമ്പോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സംഘടന സഹായിച്ചു കഴിഞ്ഞാൽ അതിനെ ഉടനെ തന്നെ കൺവേർഷനായിട്ടും അതിനുശേഷം അങ്ങേക്ക് സ്വയം എനിക്ക് ആരെങ്കിലും ഭക്ഷണമോ പാർപ്പിടമോ തന്നാൽ അത് കൺവേർഷൻ ആവില്ലല്ലോ. കൺവേർഷൻ എന്താണെന്നും മറ്റേതെന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാമല്ലോ കൺവേർഷൻ എന്താണ് സാർ. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ആയിട്ട് നിങ്ങൾ ഒരാളിനെ മറ്റൊരു മതവിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് പ്രൊസലിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതല്ലാതെ ആ വാക്കിന് വേറെ അർത്ഥവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നതും ഒരാളിന് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നതും ഒരാളിന് വസ്ത്രം കൊടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും തമ്മിൽ എന്താ സാറേ ബന്ധം? അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരാണല്ലോ തീരുമാനിക്കുന്നത് എന്നാണ്. ഞാൻ രണ്ടുപേരിലേക്കും വരാം. അല്ല, തെളിവില്ലാതെ അല്ലല്ലോ ചെയ്യുന്നത്. മനുഷ്യൻ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട FCRA ലൈസൻസ് റദ്ദാക്കപ്പെട്ടിരിക്കുന്ന ഓർഗനൈസേഷനുകൾ കേസിന് പോയിട്ട് ഏതെങ്കിലും ജയിച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം. ശരി, ശ്രീ സിബി കോടതി എന്താ കോടതി കൂട്ടിലിടാനിരിക്കുന്നത്? ശരി, ശ്രീ സിബി സത്യൻ, ഇത് ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെടേണ്ട ഒന്നാണോ? ഇതെപ്പോഴും ഇങ്ങനെയാണ്. FCRAയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭേദഗതികൾ വരുമ്പോൾ ക്രൈസ്തവ സഭകൾ ഉടനെ ആശങ്ക രേഖപ്പെടുത്തും. കേരളത്തിലാകട്ടെ BJP നേതൃത്വം സഭകളോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കുരുക്ക് വരും. ഇപ്പോഴും അതുണ്ടായിരിക്കുകയാണ്. സഭകൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ് ഈ ചട്ടങ്ങൾ പിൻവലിക്കണമെന്ന്. മനഃപൂർവ്വം കേന്ദ്ര സർക്കാർ ഈ ക്രൈസ്തവ സഭകളെ കൊടുക്കുന്നതിന് വേണ്ടി, അവരുടെ സ്ഥാപനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള ആരോപണം അത് താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? മഞ്ജുഷ, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഇപ്പൊ തർക്ക വിഷയമായിട്ടുള്ള ഈ വാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടുപേരും പറയുന്ന കാര്യങ്ങളിൽ ഒരു അല്പം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ശ്രീജിത്ത് അതിനകത്തെ അർത്ഥം ആണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ശ്രീ സാജു ജേക്കബ് സാർ കാണുന്നത് അതിന്റെ നിയമപരമായ ഡെഫിനിഷനാണ്. അപ്പൊ അത് അദ്ദേഹം പറയുന്നതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളൊരു ഒരു ഒരു നിയമത്തിന്റെ മുന്നിൽ വരുമ്പോൾ ഒരു വാക്കിന്റെ അർത്ഥമല്ല ഇമ്പോർട്ടന്റ്, മറിച്ച് ഈ പറഞ്ഞ മതപരിവർത്തനത്തിന് കാരണമായിട്ടുള്ള, അതായത് ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ പോലെ ഒരാള് സുവിശേഷം നടത്തുന്നു, ഈ സുവിശേഷം പരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പൂജ അല്ലെങ്കിൽ ഒരു കുർബാന അല്ലെങ്കിൽ സംഗതി നടത്തുന്നു, അല്ലല്ല ഇത് നടത്തുന്നു. ഞാൻ ചോദിക്കുന്നത് ഇത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ ഒരു പ്രീടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെയല്ല പ്രചാരണം നടത്തുന്നതും എല്ലാം അലൗഡാണ്. ഈ 105 എണ്ണത്തിൽ ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ഇത് ഇതിനു വേണ്ടിയിട്ടാണ്, പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് സംഭവം കൊണ്ടത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ ഓരോ കാര്യത്തിലും ഈ 5 വിഭാഗങ്ങളിലായിട്ടാണല്ലോ ഇങ്ങനെ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ പറ്റുന്നത്. അതിൽ തന്നെ അതിനെ സബ് ഡിവൈഡ് ചെയ്ത് 105 വരെ വന്നിട്ടുണ്ട്. അതിലാണ് നേരത്തെ ശ്രീജിത്ത് വായിച്ചതിൽ ഉള്ളത്. മതപരമായ തത്വശാസ്ത്രം, ആശയങ്ങൾ, മതചരിത്രം എന്നിവയുടെ പഠനവും സംരക്ഷണവും എന്നൊരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. മതപരമായ തത്വശാസ്ത്രം, ആശയം, മതചരിത്രം എന്നിവയുടെ പഠനവും സംരക്ഷണവും അതിൽ വന്നിട്ടുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളുടെ സംരക്ഷണം, അച്ചടി, പരിഭാഷ, ഡിജിറ്റലൈസേഷൻ, ഇതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. മതവിദ്യാഭ്യാസ പരിപാടികൾ, ധാർമ്മിക ഉപദേശങ്ങൾ, പ്രഭാഷണങ്ങൾ, ധ്യാനം എന്നിവ സംഘടിപ്പിക്കൽ, ഇതെല്ലാം അലൗഡാണ്, ഇതെല്ലാം അനുവദിച്ചിട്ടുള്ളതാണ്. മഞ്ജുഷേ, നമ്മളിതിനകത്ത് ബേസിക് ആയിട്ട് കടന്നു വരുമ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇന്ത്യയിൽ ഏതാണ്ട് 16,000 NGO-കളാണ് ഈ പറഞ്ഞ FCRIയുടെ അടിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. FCRI അനുസരിച്ച് വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കാൻ കഴിവുള്ള, അതിന് എലിജിബിൾ ആയിട്ടുള്ള 16,000 NGO-സ് ഉണ്ട്. ഇവരെല്ലാം കൂടിയിട്ട് ഏതാണ്ട് 2024-25 സാമ്പത്തിക വർഷത്തിൽ മൊത്തം ഇവർക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 23,000 കോടി വരെയാണ്. കൃത്യമായൊരു കണക്ക് പറയുന്നില്ല, 19,000 കോടി മുതൽ 23,000 കോടി വരെ എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഏതാണ്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള 100 NGO-കളാണ് ഇതിന്റെ 60% വാങ്ങിച്ചിരിക്കുന്നത്. അതായത് 15,000 കോടിയോളം രൂപ 100 സംഘടനകൾക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് മതസംഘടനകളുണ്ട്, മതമില്ലാത്ത സംഘടനകളുണ്ട്. NGO എന്ന് പറയുന്നത് ഒരു മോശം സാധനമൊന്നുമല്ല. NGO എന്ന് പറയുന്നത് മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത്തരം ഒരു സംഭവമൊന്നുമല്ല. അതിനകത്ത് മതപരിവർത്തനം അല്ലെങ്കിൽ ഈ പറഞ്ഞ മതങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളും ഉണ്ടാകാം. പല സംഘടനകളും NGO-കളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ മതങ്ങളുടെ താഴെ തന്നെ സംഘടനകൾ രജിസ്റ്റർ ചെയ്തിട്ട് വിദ്യാഭ്യാസം, ചാരിറ്റി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. അപ്പൊ അതുണ്ടായിരിക്കെ തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് NGOs ബേസിക്കലി ഇറ്റ്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ പീപ്പിൾ ആൻഡ് ദ ഗവൺമെന്റ്. മാർജിനലൈസ് ചെയ്ത ആൾക്കാരുടെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇന്ത്യയുടെ ആകെ മൊത്തം ഒരു വളർച്ചയിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ മൊത്തം വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഗവൺമെന്റുകൾക്ക് കൃത്യമായിട്ട് ഇടപെടാൻ പറ്റില്ല. അപ്പൊ ഈ പല ഏരിയകളിലും ഇത് ഫുൾഫിൽ ചെയ്യുന്നത് NGO-കളാണ്. ഈ NGO-കളാണ് ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും ഡെമോക്രസി അപകടത്തിലാവുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തുന്നത്. NGO-കളാണ് പലപ്പോഴും എൻവയോൺമെന്റ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തുന്നത്. NGO-കളാണ് അത്തരത്തില് ആൾക്കാരെ മാർജിനലൈസ് ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്യുമ്പോൾ അവിടുത്തെ ശബ്ദം ഉയർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് NGOs എന്ന് പറയുന്നത് ഒരു മതസംഘടനയാണ് അല്ലെ മതപരമാണ് എന്ന് പറയുന്ന ഒരു ബ്രോഡായ ഡെഫിനിഷനിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നമുക്ക് ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞാൽ 23,000 കോടി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഒരു വർഷം. ആ 23,000 കോടി രൂപയിൽ ഏതാണ്ട് 100 NGO-കളാണ് അതിന്റെ 60% ഫണ്ട് സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര മതസംഘടനകളുണ്ട്, ക്രിസ്ത്യൻ സഭകൾ എത്ര ഫണ്ട് ഒരു വർഷം സ്വീകരിക്കുന്നുണ്ട് എന്നതിന്റെ കണക്ക് കൃത്യമായിട്ട് MHA പുറത്തുവിടാൻ തയ്യാറാകുക. ഇതിപ്പോ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സ്കെയർ മോങ്കറിംഗ് ആണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്ന്, ക്രിസ്ത്യൻ സഭകൾ ശക്തമായിട്ട് പ്രതികരിക്കുന്നു, കാരണം അവർക്ക് നല്ലൊരു ഭാഗം സഭകൾക്ക് പുറത്തുനിന്ന് ഫണ്ട് വരുന്നുണ്ട്. അത് അവര് പല ചാരിറ്റികൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലാതെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, അനാഥാലയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം മതപരിവർത്തനത്തിന് വേണ്ടിയായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന ബ്രോഡായിട്ടുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പെന്തക്കോസ്ത് വിഭാഗങ്ങളിൽപ്പെട്ട അതുപോലെയൊക്കെയുള്ള സഭകൾക്ക് ഒരുപാട് പണം പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതിനകത്ത് ആൾക്കാർ വ്യക്തിപരമായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് പാസ്റ്റർമാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇന്ത്യയിൽ അങ്ങോളം ഭൂമി വാങ്ങിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഭൂമി വാങ്ങിച്ചു കൂട്ടുന്ന പറയുന്ന കാര്യങ്ങളെല്ലാം അലൗഡ് ആണ് കേട്ടോ. പക്ഷെ ഇതിനകത്ത് മതപരിവർത്തനത്തിന് വിലക്ക് എന്നുള്ള കാര്യം ഉൾപ്പെടുത്തിയത് കൊണ്ട് ഇത് മൊത്തത്തിൽ ഈ ചട്ടങ്ങളെ വിമർശിക്കണോ എന്നുള്ള കാര്യമാണ്. അതല്ലല്ലോ മഞ്ജുഷ ഇവിടുത്തെ പ്രശ്നം. മതപരിവർത്തനം ഇന്ത്യയിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു സാധനമാണ്. അതിനകത്ത് FCRI-ക്കകത്ത് അത്ര ഒരു സംഭവം അങ്ങനെ ഒരു വാക്യം
അല്ലല്ല, ആ വാക്ക് ഒരു വിഷയമേ അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതിന് മൊത്തത്തില് സോഷ്യൽ പക്ഷെ മീഡിയ അക്കൗണ്ട് ആ അടക്കമുള്ള വാക്ക് സ്ക്രൂട്ടിനി ക്രൈസ്തവ വെക്കുകയും സഭകളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സിബി, അതുകൊണ്ടാണ് ആ ചർച്ചയാവുന്നത്. വാക്കല്ല ആശങ്കപ്പെടുത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ വാക്കല്ല ആശങ്കപ്പെടുത്തുന്നത്, മറിച്ച് ഈ വാക്കിന്റെ പേരിൽ അവർക്ക് ഈ ലൈസൻസ് കട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ചിലപ്പോൾ അവരെ ആശങ്കപ്പെടുത്തുന്നത്. അതാണ് ഞാൻ അല്ലാതെ എനിക്ക് തോന്നുന്നു, കാരണം ഒരു NGOയുടെ ഡെമോക്രാറ്റിക് റൈറ്റ്സ് നഷ്ടപ്പെടുകയാണ്. സ്വതന്ത്ര സ്വയംഭരണ അവകാശം, അവർക്ക് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എവിടെ പോകണം എന്നുള്ളതെല്ലാം ഇതോടെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമാണ് അല്ല, ഞാൻ പോട്ടെ, അത് ശ്രീജിത്ത് പറഞ്ഞൊരു വാദമുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പം, ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട് എന്താണ് അവകാശം നഷ്ടപ്പെട്ടെന്ന് പറയൂ. അത് അവകാശം നഷ്ടപ്പെട്ടു എന്ന് പറയണം. അല്ലെ ഇതുവരെ ഒരു NGOയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിയിട്ട് അതിന്റെ എലിജിബിലിറ്റി ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലല്ല, ഈ ഇതിന്റെ മുഴുവൻ സാധനം ഞാൻ ചോദിച്ചത് സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണ് അവർക്കത് കൊടുക്കുന്നത് അല്ല എന്ന് സിബി പറഞ്ഞിരിക്കുന്നത്. എവിടെയാ സിബി കണ്ടത്? സിബിയാണ് ഫിയർ മോംഗറിംഗ് ചെയ്യുന്ന സിബിയാണ്. അതിലില്ലാത്ത കാര്യങ്ങൾ താങ്കൾ വെറുതെ പറയുന്നില്ലേ? താങ്കൾ വായിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ കുഴപ്പം? സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത്? അല്ല, ഒരു കാര്യം എന്തിനാണ് അങ്ങനെ ക്ലോസ് കൊണ്ടുവരുന്നത്? സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുത്താൽ എന്തുകൊണ്ട് പറ്റില്ല? വിദേശത്ത് നിന്ന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അടിസ്ഥാനപരമായി ജനാധിപത്യപരമായ അവകാശങ്ങൾ ലംഘിക്കുന്ന ലെവലിലോട്ടാണ് പോകുന്നത്. കാരണം നിങ്ങളുടെ വീട്ടിൽ സർക്കാർ കുഴപ്പമെന്ന് ചോദിക്കുന്ന പോലെ സോഷ്യൽ മീഡിയ പ്രവർത്തിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റ് ഗവൺമെന്റ് അറിഞ്ഞ കുഴപ്പമില്ല. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീജിത്തെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടില് നാളെ ഒരു CCTV ക്യാമറ സർക്കാർ കൊണ്ടുവെക്കുന്നു. അങ്ങനെയല്ല, അതുപോലെ നാളെ നിങ്ങൾ ന്യായീകരിക്കുമല്ലോ. ഞാൻ ചോദിക്കുന്നത് FCRA ലൈസൻസ് ഉള്ള CCTV ക്യാമറ വെക്കണമെന്ന് സർക്കാർ എന്റെ വീട്ടിൽ വന്ന് പറയുന്നതാണോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്? കടന്നുകയറ്റം എന്ന രീതിയിലാണോ? ഫിയർ മോംഗറിംഗ് ആണ്. ഫിയർ മോംഗറിംഗ് ആണ്. ഞാൻ ഒരു ചെറിയ കാര്യം പറയട്ടെ. മതപരമായിട്ടുള്ള എന്തോ ആണ് എന്നൊരു ജനറലൈസേഷൻ കൊണ്ടുവരരുതെന്ന് സിബി പറഞ്ഞു. ആരാ സിബി ഈ ചർച്ചയിൽ അങ്ങനെ പറഞ്ഞത്? സിബിയാ പറഞ്ഞത്, വേറെ ആരും പറഞ്ഞില്ല. ഇവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. ഓർഫനേജ്, പ്രായമായവർക്കുള്ള ഹോം, ഷെൽട്ടർ ഹോം, ഈ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അത് മതപരിവർത്തനമാകുമെന്ന് വ്യാഖ്യാനിക്കപ്പെടുമെന്ന്. എന്റെ സിബി ഓർഫനേജും പ്രായമായവർക്കുള്ള വീടും എല്ലാം അനുവദിക്കുന്നുണ്ടല്ലോ. അത് ഇതിനകത്ത് അനുവദിക്കുന്നില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആദ്യം നിങ്ങൾ ഈ 105 ശ്രീജിത്തെ ഒരു സെക്കൻഡ്. ഞാൻ പറഞ്ഞത് ഈ 105 എണ്ണത്തിന്റെ വിശാലതയെ കുറിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് അതിനകത്ത് ആ ക്ലോസ്ഡ് ഡെമോക്രസിയെ എന്നെ സംബന്ധിച്ച് അല്ലല്ല ഒരു സെക്കൻഡ് ശ്രീജിത്ത് വളരെ ഡിഫറന്റ് ആയിട്ട് ഞാൻ പറയുന്ന പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ സഭകളുടെ അടിച്ചമർത്തലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളെ ഒതുക്കലോ അല്ലെങ്കിൽ അവരെ സ്ക്രൂട്ടിനി വെക്കലിനോ വലുതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്ന വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അർബൻ നക്സലുകൾ എന്ന പേരിൽ നാളെ ഈ എന്താ പറയുന്നത് ജനാധിപത്യത്തിന് വേണ്ടി അല്ലാതെയുള്ള പോരാട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന NGOകളെ ഒതുക്കാനായിട്ട് ഗവൺമെന്റ് കൾച്ചറലായിരിക്കാം അല്ലെ സോഷ്യൽ ആയിരിക്കാം, അങ്ങനത്തെ ഒരു കാറ്റഗറി അല്ലേ? അപ്പൊ പിന്നെ മതത്തിന്റെ ആൾക്കാർ സിബി പേടിക്കുന്നേ? സിബി ഈ പറയുന്ന അർബൻ നക്സലിന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ വന്ന് ഡിക്ലെയർ ചെയ്യാണ് സിബി
അത് റിലീജിയസ് ആണോ അല്ലയോ എന്ന്. അപ്പൊ അവര് റിലീജിയസ് ആണെന്ന് പറയില്ലല്ലോ. റിലീജിയസ് ആണെങ്കിൽ മാത്രമേ മതപരിവർത്തനത്തിന്റെ ക്ലോസ് ഉള്ളൂ. ഏത് സാമൂഹ്യ സംഘടനയാണ് സിബി റിലീജിയസ് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്? അങ്ങനെ ഒരു സംഘടന വരികയാണെന്നുണ്ടെങ്കിൽ അവർ എന്തായിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്? സോഷ്യൽ എന്നാണ്. സിബി ഇങ്ങനെ പൊട്ടത്തരം സിബി ഒന്ന് വായിക്കൂ. പ്രോസലൈറ്റൈസേഷൻ എന്ന് പറയുന്നത് മതത്തിന് മാത്രമേ ഉള്ളൂ സിബി. ശരി ശരി അഡ്വക്കേറ്റ് സാജു ജേക്കബ് പറഞ്ഞത്, ശ്രീ സജു ജേക്കബ് പറഞ്ഞത് ആ വാക്കല്ലേ? മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വേറെ. അല്ലല്ല, ഞാൻ പറഞ്ഞത് എന്റെ വാദം അല്ലല്ലോ. സിബി നിർത്തൂ. അഡ്വക്കേറ്റ് സാജു ജേക്കബ്, ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ വന്നു. ഒന്ന്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുന്നു എന്നുള്ളതാണ്. അതാണ് ഈ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വെളിപ്പെടുത്തണം എന്നുള്ള കാര്യം. എങ്ങനെയാണ് ഈ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വെളിപ്പെടുത്തണം എന്നുള്ള കാര്യത്തെ നിങ്ങൾ എതിർക്കുന്നത്? അത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അതിനെ എതിർക്കുന്നത്? വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കരോട് അദ്ദേഹം ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഒന്ന്, അങ്ങേക്ക് ഇത് ഒരു ആനമണ്ടത്തരായിരിക്കാം ഞങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരും പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ജനാധിപത്യ സംരക്ഷണം നടത്തുന്നവർക്ക് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ തരത്തിലുള്ള അവകാശങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ, ഖനിക്കപ്പെടുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം ഒരു ആനക്കാര്യമാണ്. നഷ്ടം ഞാൻ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് അല്ലല്ല, ഒരു സെക്കൻഡ്. ഏത് അവകാശമാണ്, ഏത് സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെട്ടതെന്ന് എന്റെ ചോദ്യം ഈ ചർച്ചയുടെ ഒന്നാമത്തെ മിനിറ്റ് പോലെ ഈ വിഷയത്തെ FCRA ഭേദഗതി 2026 ജൂൺ 22 നോട്ടിഫിക്കേഷൻ ഒരു മതന്യൂനപക്ഷത്തിന്റെയോ ഒരു മതവിവാദത്തിന്റെയോ വിഷയമായിട്ട് തന്നെ ഒതുക്കരുത്. ഇത് ഒരു മതപരിവർത്തനത്തിന്റെ വിഷയമായിട്ടും ഒതുക്കരുത്. ഞാൻ അങ്ങ് തന്നെ പറഞ്ഞു, എന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വിഷയവും ഒരു സംഘടനയുടെ, ഒരു NGOയുടെ, ഒരു ട്രസ്റ്റിന്റെ സ്വയംഭരണ അവകാശം, ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഇല്ലാതാക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്. എല്ലാവർക്കും അവരുടേതായ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒരുപാടുണ്ട്. ഓർഗനൈസേഷന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഏതാണെന്ന് പറയുന്നതിൽ എന്ത് പ്രൈവസി ഉള്ളത്? ശ്രീജിത്ത് പണിക്കരുടെ ഇമെയിൽ അക്കൗണ്ടും നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ഇമെയിൽ അക്കൗണ്ട് ആണോ സോഷ്യൽ മീഡിയ അക്കൗണ്ട്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് സാർ? നിങ്ങൾ എന്തൊക്കെ വിവരക്കാരാണ് ഈ പറയുന്നത്? ഇതാണോ നിങ്ങളുടെ ആനക്കാര്യം? ഇതാണോ നിങ്ങളുടെ ആനക്കാര്യം? എന്റെ ഇമെയിൽ അഡ്രസ് ആണോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്? ഒരു NGO പ്രവർത്തിക്കുന്നതിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് എന്ത് പ്രൈവസി ഉണ്ടെന്നാണ് സാർ പറയുന്നത്? താങ്കൾ ഒരു സുപ്രീം കോടതി അഭിഭാഷകനല്ലേ? ഒരു NGOയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് എന്ത് പ്രൈവസിയാണ് ഉള്ളത്? ഇതിപ്പോ ന്യൂസ് 18 എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. ന്യൂസ് 18ന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് എന്ത് പ്രൈവസിയാണ് ഉള്ളത്? ഗ്രീൻ പീസ് എന്ന് പറഞ്ഞ സംഘടനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് എന്ത് പ്രൈവസിയാണ് ഉള്ളത്? ഓർഗനൈസേഷൻ ഓഫ് ഇവാഞ്ചലിക്കൽ ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സംഘടനയാണെങ്കിൽ അതിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് എന്ത് പ്രൈവസിയാണ്? അത് ആനക്കാരിയല്ല, വിവരക്കേടാണത്. നിങ്ങളെ മറ്റുള്ളവരെ പറയാൻ അനുവദിക്കുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. നിങ്ങൾ അത് മാത്രം പറഞ്ഞു. ഞാൻ ആദ്യ മിനിറ്റ് മുതൽ താങ്കളിൽ നിന്ന് അറിയാൻ ശ്രമിക്കുന്നത് എന്ത് അവകാശം നഷ്ടപ്പെട്ടു എന്നാണ്. നിങ്ങൾക്ക് അറിയേണ്ടത് വെബ്സൈറ്റ് പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ സോഷ്യൽ മീഡിയ, ഇതിനെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലാണ് റൂൾ 9 ഭേദഗതി പ്രകാരം ആവശ്യപ്പെടുന്നത്. ഇതിലേതെങ്കിലും രഹസ്യമാണോ? ശേഖരണം യുക്തിസഹമാണോ അതോ അമിതമായ നിയന്ത്രണമാണോ എന്ന് പൊതുസമൂഹം പരിശോധിക്കട്ടെ. ഓരോ വ്യക്തികളുടെയും ഓരോ സംഘടനകളുടെയും എന്ന് അവരുടെ സ്വയം കാര്യങ്ങളും സ്വകാര്യ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നത്. ഇതെല്ലാം അങ്ങയെ സംബന്ധിച്ചിടത്തോളം യുക്തിസഹമായിരിക്കാം. യുക്തിസഹമല്ല. ശേഖരണം എന്തിനാ അങ്ങേക്ക് ആവശ്യം? ഒരു NGOയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും വെബ്സൈറ്റും ചോദിക്കുന്നത് യുക്തിസഹമാണ്. അത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യം സിബി ഇവിടെ പറഞ്ഞു, ഈ മതസംഘടനകൾ മാത്രമല്ലല്ലോ ഇതിനകത്തുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഈ അർബൻ നക്സൽസിന്റെ കാര്യം പറഞ്ഞു. ഇത്തരത്തിലുള്ള അവരുടെ അക്കൗണ്ടുകൾ വരുമ്പോൾ അത് പരിശോധിക്കുന്നതിൽ എന്താണ് തെറ്റ്? ദേശവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കാം, അത് തടയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കടമയാണ്. അത് ചെയ്യുകയും ഉണ്ടാവുമല്ലോ ശ്രീ അഡ്വക്കേറ്റ്. ഇവിടെ അബ്സല്യൂട്ട് റൈറ്റ് എന്ന് പറഞ്ഞ എന്തോ ഉണ്ടോ സാറേ? അങ്ങനെ ഒരു
ഈ നിയമത്തിന് അനുസൃതമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾക്കും പരിശോധനകൾക്കും നമ്മൾ ആരും എതിരല്ല. ഇതെല്ലാം ഒരു ഭാരതീയ സംഘടനത്തോളം അതെല്ലാം ആവശ്യമാണ്. അതൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ആകെ കൂടി നമ്മൾ പറയുന്ന 2 അല്ലെങ്കിൽ 3 കാര്യം എന്ന് പറയുന്നത് ഈ ഇതുമായി അവകാശമാണ് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു 1-2 അവകാശം നഷ്ടപ്പെട്ടത് പറയോ സാർ? അതേ പറയുന്നുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് സാജു പറയട്ടെ. ശ്രീ പണി ഏതാ പറഞ്ഞു? അല്ല, അങ്ങ് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ സാറ് ചർച്ച തീരാറായി. ഏതെങ്കിലും 1-2 അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നതിനെ പറ്റി പറയൂ, നമ്മൾ അത് ചർച്ച ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ 2 അവകാശം അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ. പിന്നെ എന്തിനാണ് ഞാനത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ? ഏത് അവകാശം നഷ്ടപ്പെട്ടെ? അല്ലല്ല, സ്വയംഭരണ അവകാശം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്തിനുള്ള സ്വയംഭരണ അവകാശം? മതപരിവർത്തനത്തിനുള്ള സ്വയംഭരണ അവകാശമാണെങ്കിൽ യെസ്, നഷ്ടപ്പെട്ടു. വേറെ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിലേക്ക് അദ്ദേഹമാണ് പറഞ്ഞത് പ്രോസലൈറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്ന് പറഞ്ഞതും ഇന്ന് സഭകൾ പറഞ്ഞതും ഈ വിഷയം ഒരു പക്ഷേ ചർച്ചയ്ക്ക് വന്നതിന്റെ കാരണം അതാ. വേറെ അല്ലല്ല, ഈ സഭകളുടെ മാത്രം ഓവറോൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് NGOകളുടെ ഒരു റോൾ ആൻഡ് ഫംഗ്ഷനിങ് ഒരു ഡെമോക്രസിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സെക്കൻഡ് സിബി, ഈ ചർച്ച ഇന്ന് ഉണ്ടാകുന്നതിന്റെ കാരണം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ആശങ്ക, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ആശങ്ക. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അവർ പറഞ്ഞിരിക്കുന്നത് പ്രോസലൈറ്റൈസേഷൻ മാത്രമാണ് സാർ, വേറെ ഒന്നുമല്ല ഇതിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ചർച്ചയാവുകയാണ്. ഈ ചർച്ചയിൽ സുപ്രീം കോടതി അഭിഭാഷകനും പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് എന്ത് കാര്യം നഷ്ടമായി എന്നാണ്. ഒരു NGO ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അതിന്റെ വെബ്സൈറ്റും കൊടുത്താൽ എന്ത് നഷ്ടമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൽ കയറി മാത്രം പിടിക്കാതെ നിങ്ങൾ തന്നെ പറഞ്ഞതാ, ഞാൻ കൊണ്ടുവന്ന വാദമല്ല. അഡ്വക്കേറ്റ് സാജു ജേക്കബ്, ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇവരുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്ന്. അങ്ങനെ വ്യക്തമാക്കിയത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതെല്ലാം വ്യക്തമാക്കുന്നതിന് ഇപ്പൊ തന്നെ നിയമങ്ങളുണ്ട്. അത് കുറച്ചുകൂടി ഏതൊക്കെ മേഖലകളിലാണ് പണം സ്വീകരിക്കാൻ പറ്റുന്നതെന്ന് കൂടുതൽ ക്ലാരിറ്റി അല്ലേ ഇതിനകത്ത് വന്നിട്ടുള്ളത്? കൂടുതൽ ക്ലാരിറ്റി വന്നില്ലേ? നിയമവും 2011 ചട്ടങ്ങളും അനുസരിച്ച് തന്നെ ഇതിനകത്ത് ഒട്ടനവധി നിയന്ത്രണങ്ങളും ഒട്ടനവധി പ്രൊട്ടക്ഷനും എല്ലാം ഉണ്ട്. കൃത്യമായിട്ട് മണി ട്രെയിൽ എവിടെയാണ് പൈസ പോകുന്നത്, എന്തിനാണ് പോകുന്നത്, ലക്ഷ്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഈ 2010 ആക്ടിൽ തന്നെ ഒരു ഡിസൈനേറ്റഡ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ആ ഓഫീസറാണ് ഇതെല്ലാം ഭാവിയിൽ ഇനി തീരുമാനിക്കാൻ പോകുന്നത്. ആ ഓഫീസറിന്റെ കാര്യം നമ്മുടെ ശ്രീജിത്ത് പറഞ്ഞു, അത് ഇപ്പൊ പറയുന്നില്ലെന്ന്. അത് ഇപ്പോഴും ചർച്ച തന്നെയാണ്. വന്നില്ലല്ലോ, അവതരിപ്പിച്ച നിയമമായില്ല. അങ്ങേക്ക് അത് ഈ ചട്ട ഭേദഗതി വായിക്കേണ്ടത് 2010 നിയമവും 2011 ചട്ട ഭേദഗതികളും വെച്ചിട്ടാണ് വായിക്കേണ്ടത്. അല്ലാതെ ഇപ്പോഴത്തെ ഈ ചട്ട ഭേദഗതി മാത്രം വായിച്ചിട്ടല്ല ഇത് അനലൈസ് ചെയ്യുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞ ഒരു വിഷയമുണ്ട്, ഈ പ്രോസലൈറ്റൈസേഷന്റെ ഇംഗ്ലീഷ് വാക്ക് അനലൈസ് ചെയ്തിട്ട് അങ്ങ് എന്നെ പഠിപ്പിക്കുകയുണ്ടായി. പക്ഷെ നിയമത്തിൽ വരുമ്പോ അങ്ങനെയല്ല. കുത്തിനും കോമയ്ക്കും വരെ അർത്ഥമുണ്ട്. എല്ലാത്തിനും അർത്ഥമുണ്ട്. അങ്ങ് ഞാൻ കേരളത്തിൽ നിന്ന് സിസ്റ്റേഴ്സ് ഒരുമിച്ച് ഛത്തീസ്ഗഡിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ പോകുന്നതല്ല പറഞ്ഞത്, ഞാൻ പോയി കഴിഞ്ഞാൽ അവര് ഏതെങ്കിലും രീതിയിൽ FCR സംഭാവന സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ യാത്ര, അവര് പുതിയൊരു ആശുപത്രി വേറൊരു സ്ഥലത്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങ് ഇതെല്ലാം സംശയത്തിന്റെ വീക്ഷണത്തിൽ നോക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ആതുരാലയ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അതെല്ലാം ചെയ്യാം, തുടരാം. അല്ല അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അനുവദനീയമായ കാര്യങ്ങളെ കൊണ്ടുവന്ന് അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് സാറേ പറയുന്നത്? ഇതെല്ലാം അനുവദിക്കുന്നുണ്ടല്ലോ. ഈ വാക്കിൽ ഡെഫൈൻ ചെയ്തിട്ടില്ലല്ലോ. ഇനിയെല്ലാം താങ്കളുടെ പ്രശ്നം പ്രോസലൈറ്റൈസേഷൻ അല്ല എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പറയും, താങ്കൾ സംസാരിക്കുമ്പോൾ മുഴുവൻ പ്രോസലൈറ്റൈസേഷനെ പറ്റി പറയുകയും ചെയ്യും. ഇപ്പോൾ ഈ അനുവദനീയ കാര്യങ്ങളിൽ ഒരെണ്ണം എടുക്കാം. തദ്ദേശീയ ആദിവാസി വിഭാഗങ്ങളുടെ വിശ്വാസാനുഷ്ഠാനങ്ങളുടെ സംരക്ഷണം, പിന്നെ ഭക്തി സംഗീതം, മന്ത്രോച്ചാരണം എന്നിവയുടെ പ്രോത്സാഹനം, മതവിദ്യാഭ്യാസ പരിപാടികൾ, ധാർമ്മിക ഉപദേശങ്ങൾ, ധ്യാനം. അപ്പോൾ ഇതെല്ലാം അനുവദനീയമാണ്. ഇങ്ങനെ അനുവദനീയമായ കാര്യങ്ങൾക്ക് FCRA ഫണ്ട് ഉപയോഗിക്കുമ്പോൾ
അത് മതപരിവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് നടപടിയെടുക്കാം. അതാണല്ലോ ആശങ്ക, അല്ലേ? അത് തന്നെ. അതായത് എങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്, ആരാണ് ഡിഫൈൻ ചെയ്തത്? രണ്ട് കാര്യമാണ്. ഈ 2010 സെക്ഷനിൽ 16 സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഡിസൈനേറ്റഡ് ഓഫീസർ ഇത് തീരുമാനിക്കാൻ പോയിട്ട് അദ്ദേഹം പറയാണ് ഇത് കൺവെർഷൻ ആണ്, ഇത് മതപരിവർത്തനമാണ്, ഇത് പ്രോസലൈറ്റൈസേഷൻ ആണെന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സംഘടനയുടെ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടു. അത് ഈ അങ്ങനെ ചെയ്യുമെന്നുള്ള ആശങ്കയാണല്ലോ അവിടെ ഉള്ളത്. അതല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകാം. ഈ രണ്ട് കാര്യങ്ങളൊന്നും സംഭവിക്കും. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ 100-ൽ താഴെയുള്ള NGOസും അതുപോലെ ചർച്ച് തന്നെ നിങ്ങൾ ഒരിക്കലും കരുതരുത് ചർച്ച് ആണ് ഈ പൈസ എല്ലാം കൊണ്ടുവരുന്നത്. അങ്ങനെയല്ല. ഈ ചർച്ച ആയാലും ഏത് മിഷണറി സ്വഭാവമുള്ള ഓർഗനൈസേഷൻ ആയാലും അവരെല്ലാം ചിലപ്പോ റിലീജിയസ് പർപ്പസോടെ തുടങ്ങിയതിന് ശേഷം അവർ തുടങ്ങുന്ന ആശുപത്രികളാണ്, അവർ തുടങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, അവർ തുടങ്ങുന്നത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനമായിരിക്കാം, അല്ലെങ്കിൽ അനാഥാലയം ആയിരിക്കാം. ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനമാണ്. അതെല്ലാം പിന്നീട് ഇനി വരാൻ പോകുന്നൊക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ആയിരിക്കും. ഞാൻ ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഏത് നിയമത്തിലും പറയുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. ഏത് നിയമത്തിലും ഒരു ട്രാൻസിഷൻ. ഇത് 2026 ജൂൺ 26 വന്നതിന് ശേഷം നമ്മൾ അറിയുന്നത് ഇത് 2026 ജൂൺ 25 എത്ര ദിവസം ട്രാൻസിഷൻ പീരീഡ് കിട്ടി? ഈ 4 ദിവസം, ഈ 3 റൂൾസിന് എവിടെയാണ് സാറേ ട്രാൻസിഷൻ? റൂൾസിന് എവിടെയാണ് ട്രാൻസിഷൻ? താങ്കൾ സുപ്രീം കോടതി അഡ്വക്കേറ്റ് അല്ലേ? റൂൾസ് ഫോർമുലേറ്റ് ചെയ്തതിന് പാർലമെന്റിന്റെ അപ്രൂവൽ വേണ്ട. അത് ഗവൺമെന്റിന് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇറക്കുന്ന സമയത്ത് അത് ഇൻഫോഴ്സ് ആണ് സാർ. കാരണം അത് പഠിപ്പിക്കേണ്ടി വരിക എന്ന് പറഞ്ഞ കഷ്ടമാണ് എന്നെ പോലെ സാധാരണക്കാരനായ പൗരൻ. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇതിന് ആലോചന വേണമായിരുന്നു, അറിയിക്കണമായിരുന്നു. കാരണം റൂൾസിന് അത് വേണ്ടല്ലോ സാർ. റൂൾസിന് അത് വേണ്ടല്ലോ, അങ്ങനല്ലേ നിയമം. 4 ദിവസം ഇവര് നടത്തിയ ഏതെങ്കിലും റൂൾസ് അമെന്റ് ചെയ്യുന്നതിന് ഇതൊക്കെ വേണ്ടെന്ന് താങ്കൾക്ക് അറിഞ്ഞുകൂടെ? താങ്കൾ ഒരു സുപ്രീം കോടതി അഭിഭാഷകനല്ലേ? ഇവര് ചെയ്യുന്ന ഏതെങ്കിലും പ്രവർത്തനം, ഈ 4 ദിവസത്തെ പ്രവർത്തനം അങ്ങ് പുതിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാൽ ഈ 4 ദിവസത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിയമവിരുദ്ധമായി ക്യാൻസലായില്ലേ? ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റു ചില കാര്യമുണ്ട്. അത് അഡ്വക്കേറ്റ് സാജു ജേക്കബ് ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. 2 വർഷത്തിനിടെ കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും ചെലവഴിച്ചെങ്കിൽ മാത്രമേ ആ സംഘടന സജീവമാണ് എന്ന് കണക്കാക്കൂ. ഇത് തികച്ചും അന്യായമാണ്. ഇപ്പൊ ജോൺ ബ്രിട്ടാസ് അമിത്ഷായ്ക്ക് കൊടുത്ത, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കൊടുത്ത ഒരു കത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ പ്രകൃതി ദുരന്തങ്ങളോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ സംസ്ഥാന അതിർത്തികൾ ഭേദിച്ച് അതിവേഗം ദുരിതാശ്വാസം എത്തിക്കാനുള്ള സംഘടനകളുടെ കഴിവിനെ തടസ്സപ്പെടുത്തും. ആ നിബന്ധന എന്ന് പറയുന്നത് പുതിയ ഭേദഗതി പ്രകാരം സംഘടനകൾക്ക് അവരുടെ പ്രവർത്തന മേഖലകളും സംസ്ഥാനങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കേണ്ടി വരുന്നു. അതായത് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷേ അയൽ സംസ്ഥാനത്ത് ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പോകണമെങ്കിൽ അത് തടസ്സപ്പെടുമെന്നുള്ള കാര്യമാണ്. ഇല്ല, അത് അവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർക്ക് ഡൊണേറ്റ് ചെയ്താൽ മതി. ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു കുഴപ്പമില്ല. ഇല്ലല്ല, ഒരു പ്രശ്നമില്ല. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. അതൊക്കെ വെറുതെ ഉടായ്പാണ്. അത് വെറുതെ അല്ലല്ല. ഒരു സെക്കൻഡ് ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ശ്രീ മഞ്ജുഷ്, നമ്മുടെ നാട്ടിൽ നിരവധി NGOകൾക്ക്, റിലീജിയസ് NGOകൾക്ക് അവർ FCRA ലൈസൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ചതിന് ശേഷം അവർ വളരെ ചെറിയ എമൗണ്ടുകളോ അല്ലെങ്കിൽ എമൗണ്ടുകൾ സ്വീകരിക്കാതെയോ ഇരിക്കുന്നുണ്ട്. എന്തിനാണ് വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കാനുള്ള ലൈസൻസ് എടുത്തതിന് ശേഷം അത് ഉപയോഗിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് കേൾക്കൂ. അങ്ങനെ നിങ്ങൾക്ക് പ്രഖ്യാപിതമായിട്ടുള്ള ഉദ്ദേശങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ട, യു സറണ്ടർ ഇറ്റ്. അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. അനാവശ്യമായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാനുള്ള സാധനമല്ല. ഗവൺമെന്റ് ലൈസൻസ് ക്യാൻസൽ ആവും. ഡോർമെന്റ് ലൈസൻസ് ക്യാൻസൽ ആവും. അത് ഇന്ത്യയിലുള്ള മിക്കവാറുള്ള എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. ഡോർമെന്റ് ലൈസൻസ് ആണോ, ഡോർമെന്റ് ലൈസൻസ് ക്യാൻസൽ ആവും. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് എന്താ, 2 വർഷം, 1 വർഷമല്ല 10 ലക്ഷം. നേരത്തെ ശ്രീ സാജു ജേക്കബ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് 4-5 ലക്ഷം രൂപയൊക്കെ മാത്രമേ അവർക്ക് കിട്ടുന്നുണ്ടാവൂ എന്നുള്ളതാണ്. താങ്കൾ 2 വർഷ പീരീഡിലത്തേക്ക് അല്ലല്ലോ അത് പറഞ്ഞതല്ലേ? 2 വർഷത്തെ പീരീഡ്, 2 ഫൈനാൻഷ്യൽ ഇയറിൽ 10 ലക്ഷം രൂപ വന്നിരിക്കണം. തന്നെയുമല്ല, വന്നിരിക്കുന്നതിന്റെ 75% ചെലവാക്കുകയും വേണം. അല്ലാതെ ഇവിടെ പണം കൂട്ടി വെക്കുന്നത് എന്തിനാന്നേ? ജോൺ ബ്രിട്ടാസ് പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഏതെങ്കിലും കാലത്ത് ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണോ വെക്കുന്നത്? അപ്പൊ അല്ലാതെയുള്ള ആൾക്കാർക്ക് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ടേ? ഞാൻ ചോദിക്കുന്നത് ഇതിനകത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളതിനെ പറ്റിയോ, ഇതിലെ ഏത് അവകാശമാണ് ഇല്ലാതാക്കുന്നതിനെ പറ്റിയോ ഇതേവരെ ഒരെണ്ണം പോലും പറയാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞു തരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന ഉപമകളെല്ലാം ആലോചിച്ച് നോക്കൂ.
ഒരു NGO ആണ്, അതായത് പബ്ലിക്കായിട്ട് പ്രവർത്തിക്കുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഏതാണ് എന്ന് ചോദിക്കുന്നതിന് വരെ ഇതെന്തോ സ്വാതന്ത്ര്യത്തിന് മേലുള്ള, ഓപ്പറേഷണൽ ഫ്രീഡത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ബുദ്ധി എവിടെ പോയിട്ടുണ്ടാവും? നമ്മുടെ ബുദ്ധി എവിടെ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞ പബ്ലിക്കായിട്ട് ഇതിപ്പോ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇനി തരണേന്നല്ല പറഞ്ഞിരിക്കുന്നത്. സംഘടനയുടെ ഇപ്പൊ ഗ്രീൻ പീസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുകയാണ്, ഒരു NGO ആണ്. ഗ്രീൻ പീസ് ഇന്ത്യയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഏതാണ് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല, പിന്നെ നിങ്ങളിത് രഹസ്യമായിട്ട് പട്ടായത്തിൽ വെച്ചിട്ടാണോ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഓടിക്കുന്നത്? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും പറയുമ്പോൾ നിങ്ങൾ അതിൽ പറയും. ഇനി ഞാൻ പറയാം, ഇവർക്ക് ഉണ്ടാവുന്ന വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. മഞ്ജുഷ് ഇതുവരെ ചർച്ച ചെയ്യാത്തൊരു വിഷയം കൂടി ഉണ്ട് ഇതിനകത്ത്. അതായത് ഇതിന്റെ കീ ഫംഗ്ഷനറി, അല്ല ഇത് പറയട്ടെ, കീ ഫംഗ്ഷനറി എന്ന് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. കീ ഫംഗ്ഷനറി എന്ന് പറയുന്നത് നേരത്തെ ഈ NGOയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ മാത്രമാണ്. ഇപ്പോ കീ ഫംഗ്ഷനറി എന്ന് പറയുന്നത് അതിന്റെ എല്ലാ ഡയറക്ടർമാരെയും ഉൾപ്പെടുത്തി, അവരുടെ പാർട്ട്നേഴ്സിനെ മുഴുവൻ ഉൾപ്പെടുത്തി, ട്രസ്റ്റീസിനെ മുഴുവൻ ഉൾപ്പെടുത്തി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലെ കാര്യകർത്തായിട്ടുള്ള കർത്ത അവരെ ഉൾപ്പെടുത്തി, അങ്ങനെ ഇഫക്റ്റീവ് മാനേജ്മെന്റ് കൺട്രോളിലുള്ള എല്ലാ ആൾക്കാരെയും കീ ഫംഗ്ഷനറി ആക്കി. ഒന്ന്, അതിനുശേഷം ചെയ്തിരിക്കുന്നത് കീ ഫംഗ്ഷനറികൾ ഇന്ത്യക്കാരോ അതല്ലാതെ വിദേശ ഇന്ത്യക്കാരാണ് എങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ഉള്ളവരോ ആയിരിക്കണം. അതല്ല എങ്കിൽ ഓട്ടോമാറ്റിക് അപ്രൂവൽ ഇല്ല. ഇതാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ മെയിൻ പ്രശ്നം. അതാണ് ഇവിടെ പ്രശ്നം. പറഞ്ഞിട്ടില്ല. ക്രൈസ്തവ സഭകളുമായിട്ട് ഒട്ടും തർക്കം പറഞ്ഞിട്ടില്ല. ഭാരവാഹികളുടെ നിർവചനത്തിൽ ക്രൈസ്തവ സഭയ്ക്കില്ല, ക്രൈസ്തവ സഭയ്ക്കില്ല പറയുമ്പോ വേറെ പറയുന്ന സമയത്ത് ക്രൈസ്തവ സഭയിലേക്ക് പോകും. അതെന്തിനാ? മഞ്ജുഷ ഒരു സെക്കൻഡ്, അപ്പൊ ഞാനൊരു സംസാരിച്ചോട്ടെ. അതായത് ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ ബേസിക് ഇന്റന്റ് എന്നുള്ള പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇതിന്റെ ഇന്റന്റ് എന്താണ്? അതാണ് ഇവിടുത്തെ ഏറ്റവും കാതലായ ചോദ്യം. ഒന്ന് സ്കെയർ മോൺഗറിംഗ് ആണ്. അതായത് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങളോട് നിങ്ങൾ സൂക്ഷിച്ചിരുന്നത് നിങ്ങളുടെ വിദേശത്തുള്ള ഫണ്ടിങ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഞങ്ങൾക്ക് വളരെ കൂടുതലാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. രണ്ടാമത്തത് വളരെ നിശബ്ദമായി ജനാധിപത്യത്തിന് നേരെയുള്ള വളരെ നിശബ്ദമായും ഗൂഢമായുള്ള ഒരു ആക്രമണമുണ്ട്. അതായത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിങ്ങൾ എടുക്കുന്നു. നാളെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു പോസ്റ്റ് കുഴപ്പക്കാരനാണ്, അത് ഞങ്ങളുടെ FCRAയുടെ നിയമപ്രകാരം ഞങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഈ അക്കൗണ്ട്. അപ്പൊ ഇത് നിയമപ്രകാരം ലോജിക്കലായി സംസാരിക്കുന്ന ഒരാള് ഇവർ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കിട്ടില്ലേ മഞ്ജുഷേ? കിട്ടില്ലേ മഞ്ജുഷേ? അവരുടെ 2010 ഒരു പോസ്റ്റ് എടുക്കാനായിട്ട് പറ്റില്ലേ മഞ്ജുഷേ? എന്ത് വിവരങ്ങളാണ് ഈ പറയുന്നത്? അല്ലല്ല, ഒരു സെക്കൻഡ് ഞാൻ സംസാരിച്ചു തീർന്നോട്ടെ. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് എപ്പോൾ വേണമെങ്കിലും കിട്ടും. പക്ഷെ നിങ്ങൾ FCRAയുടെ ഭാഗമായിട്ട് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നിങ്ങൾ ഹാജരാക്കണമെന്ന് പറയുമ്പോൾ ആ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നാളെ ഇതിന്റെ പേരിലുള്ള ഒരു സ്ക്രൂട്ടിനിക്ക് വിധേയമാകാനുള്ള ഒരു ക്ലോസ് ആണ് നിങ്ങൾ അവിടെ ഫിറ്റ് ചെയ്യുന്നത്. പബ്ലിക്കലി കിട്ടുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഏത് സമയത്ത് പക്ഷെ ഇതിന്റെ പേരിൽ നോർമലി അല്ലല്ല, നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഭാഗമാവുകയല്ലേ? ഒരു പബ്ലിക്കിൽ കിടക്കുന്ന ഒരു സാധനം പേടിച്ചാലോ സിബി? സിബി പേടിക്കാതെ പറയല്ലേ സിബി? ഒരാളെ സോഷ്യൽ മീഡിയ ഡിക്ലെയർ ചെയ്യുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക്? ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ വലിയൊരു സംവിധാനം, ഓഫീസേഴ്സ് ഉള്ള ഒരു ഗവൺമെന്റിന് നിങ്ങൾ വന്ന് ഡിക്ലെയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഒരു പഴയ പോസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനല്ല, നിങ്ങൾക്ക് കണ്ടിന്യൂസ് തടസ്സപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞോട്ടെ ഡീറ്റെയിൽസ്. ഞാൻ എപ്പോഴും പറയുന്നു ഇന്റന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ FCRA നിയമങ്ങൾ സുതാര്യമാണോ ഒക്കെ ശരിയാണ്. പക്ഷെ ഈ പറഞ്ഞ ഓരോന്ന്, ഉദാഹരണമായിട്ട് നിങ്ങൾ FCRAയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾ FCRAയുടെ പർവ്യൂവിൽ സോഷ്യൽ മീഡിയ അവിടെ കൊണ്ടുവരുവാണ്.
ഔദ്യോഗികമായിട്ട് മനസ്സിലായില്ലേ? നാളെ ഒരു സന്ദർഭത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കേണ്ടത് ഈവൻ മഞ്ജുഷേ ഇതിനകത്തൊരു കാര്യം കഴിഞ്ഞാല് അല്ലല്ല ഞാനത് പറഞ്ഞു തീർന്നോട്ടെ. ഞാൻ പറയുന്നത് അതായത് ഒരു സംഘടനയുടെ FCRA അക്കൗണ്ട് വിദേശത്തു നിന്ന് ഫണ്ട് സ്വീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയുടെ FCRA അക്കൗണ്ട് ഏതെങ്കിലും കാരണത്തിൽ സസ്പെൻഡ് ചെയ്യുകയോ നിരോധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സംഘടനയെ ഒരുപക്ഷെ നിങ്ങൾക്ക് തകർത്ത് കളയാൻ പറ്റിയേക്കും. അങ്ങനെ തകർത്ത് കളയുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ ഈ പറഞ്ഞ ലൂപ്പ് ഹോൾസ് കണ്ടെത്തിയിട്ട് അതുവഴിയായിട്ട് ടെറർ ഗവൺമെന്റ് എല്ലാ സംഘടനകളും സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നവയല്ല, കള്ളത്തരമുള്ള സംഘടനകളുണ്ട്. വലിയ അപകടമാണെന്ന രീതിയിൽ അവതരിപ്പിച്ചത് ശരിയല്ല. അത് ഏറ്റവും മോശമായിട്ടുള്ള നിങ്ങൾക്ക് ചേരാത്തതാണ്. ഈ പറഞ്ഞ 10 വർഷത്തോളം തടവിലിട്ടിട്ട് അവസാനം അവർ കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയച്ചു. ഈ 10 വർഷം തടവിൽ കിടന്ന നഷ്ടപ്പെട്ടു പോയ 10 വർഷത്തിന് ആരാണ് മറുപടി പറയുക? കൃത്യമായ ഇന്റർവെല്ലുകൾ കൃത്യമായ ഇന്റർവെല്ലുകളിൽ വളരെ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്. ആ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഓരോ വളരെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടണം. ശരി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനുള്ള പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹം അവതരിപ്പിക്കട്ടെ. അഡ്വക്കേറ്റ് സാജു ജേക്കബ്, ഇതിനകത്ത് ഇതുവരെ പൊതു ലക്ഷ്യങ്ങളാണല്ലോ നിർവഹിച്ചിരുന്നത്. അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് ഇന്ന കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാം, വിദേശത്തു നിന്നുള്ള ഫണ്ടുകൾ ഇന്ന കാര്യങ്ങൾക്ക് ചെലവഴിക്കാം എന്ന് സ്പെസിഫിക് ആയിട്ട് വരുന്നതിനെ പോസിറ്റീവായിട്ട് കാണാമല്ലോ. നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കുന്നത് കേട്ടിരിക്കാൻ പറ്റില്ല. അഡ്വക്കേറ്റ് സാജു, ഈ പൊതു ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി സ്പെസിഫിക് ആയിട്ട് ഇന്ന കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാം, അത് കൂടുതൽ ക്ലാരിറ്റിയോട് കൂടി അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിനെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? എന്തായാലും അല്ല, ആ ഒരു കാര്യത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു സംസ്ഥാനത്തിൽ വേറൊരു സംസ്ഥാനത്തിൽ പ്രളയം, ഭൂകമ്പം, മറ്റു ദുരന്തങ്ങൾ, ഈ സാഹചര്യങ്ങളിലെല്ലാം കേരളത്തിൽ നിന്ന് അടിയന്തര സഹായം നൽകുന്നതിന്, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് അടിയന്തര സഹായം നൽകുന്ന ഒരു NGO, FCRA കിട്ടുന്ന ഒരു NGO, അത് ഉടനെ തന്നെ ഗവൺമെന്റിനെ അറിയിക്കണം. പിന്നെ ഇതുപോലുള്ള പുതിയ NGO തുടങ്ങുന്നതിന് സർക്കാരിന്റെ അനുവാദം വേണം. ഈ ഓരോ യാത്രയ്ക്കും എല്ലാ ഒരു ചെറിയ മൂവ്മെന്റ് നടത്തുന്ന പോലും ഇപ്പോ ഗവൺമെന്റിനെ അറിയിച്ചിരിക്കും. പ്രശ്നമാണോ? അതെല്ലാം പ്രശ്നമാണ്. നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾ ഇല്ലാതെ എങ്ങനെ വേണേ പ്രവർത്തിക്കാവുന്നതാണോ? ഒരു കൺട്രോളും വേണ്ട, തോന്നുന്നത് പോലെ പ്രവർത്തിച്ചോട്ടെ. സാർ, ഇത് നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അങ്ങനെയാണ് ഏതൊരു രാജ്യത്തും വിദേശ ഫണ്ട് സ്വീകരിക്കുമ്പോൾ ചട്ടങ്ങൾ വളരെ കർശനമാണ്. ലിബറലൈസേഷൻ അല്ല വളരെ ശക്തമായിട്ടുള്ള. ഇതിൽ മതപരിവർത്തനം ചെയ്യേണ്ടതന്നെ, കാര്യമില്ല. മതപരിവർത്തനം ചെയ്യേണ്ട. നിങ്ങൾ എവിടെ പ്രവർത്തിക്കുന്നത് അതേ ഉള്ളൂ. മതപരിവർത്തനമാണോ അടിയന്തരാവസ്ഥ? മതപരിവർത്തനം ചെയ്യാൻ പറ്റത്തില്ല. മതപരിവർത്തനം ഇന്ത്യയിൽ പറ്റില്ല. ഈ ചർച്ചയിൽ 60% സമയം നിങ്ങൾ രണ്ടുപേരും പ്രോസലൈറ്റൈസേഷനെ ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കാണുന്ന ആൾക്കാരെന്ത് കരുതും? സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ ഒരു ഹിന്ദു സംഘടന എടുക്കൂ, ആ സംഘടന മതപരിവർത്തനം നടത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. അതല്ല പരാതി കൊടുക്കുക, പരിവർത്തനം ചോദിക്കുന്നത്. ഇതിൽ ഒന്നാമത് എഴുതിയിരിക്കുന്ന സംഘടന ഹിന്ദുക്കളാണ്. ഇതിൽ ഒന്നാമത് എഴുതിയിരിക്കുന്ന ഹിന്ദുവും ടെമ്പിളുമാണ് ഒന്നാമത് എഴുതിയിരിക്കുന്നത്. വെറുതെ പറയല്ലേ, നിങ്ങൾ ഇത് വായിച്ചു നോക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ട്രസ്റ്റ്, സൊസൈറ്റി, NGO ഇതെല്ലാം FCRA അനുസരിച്ച് പുറത്തുനിന്ന് നിങ്ങളിത് വായിച്ചു പോലും നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. നിങ്ങൾ റൂൾ 9 മഞ്ജുഷ ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു തരൂ. മഞ്ജുഷ, സോഷ്യൽ മീഡിയ അക്കൗണ്ട് പബ്ലിഷ് ചെയ്ത പ്രശ്നം എന്താന്ന് ഇവർ പറഞ്ഞതിൽ നിന്ന് മഞ്ജുഷിന് എന്താ മനസ്സിലായേ? ഇതിൽ വിദ്യാഭ്യാസ പറഞ്ഞു തരൂ. അല്ല, ഇതൊന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ഇപ്പൊ ഗ്രീൻ പീസ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്താണെന്ന് FCRA ഡിക്ലറേഷൻ വന്നിട്ട് വേണോ സർക്കാരിന് അറിയാൻ? അതിന്റെ പേരിൽ അവർക്കെതിരെ ഒരു കേസ് എടുക്കണം, അവരുടെ ഒരു പോസ്റ്റിന്റെ പേരിൽ എടുക്കണമെങ്കിൽ FCRA ഡിക്ലറേഷൻ വന്നിട്ട് വേണോ അറിയാൻ? പറ്റില്ല. എന്തിനാണ് ഇതിന്റെ ഭാഗമാക്കുന്നത്? അതാണ് കുഴപ്പം.
അല്ല, ആക്കിയാലെന്താ ആക്കുന്നത് കുഴപ്പം? ഒരു സംഘടനയോട് നിങ്ങൾ അതിന്റെ പറഞ്ഞ പോലെ, അതിന്റെ നിങ്ങൾ സോഷ്യൽ പറഞ്ഞ മീഡിയ പോലെ നാളെ ഒരു പൊതുജനങ്ങളുടെ ഇടയിൽ പത്രം പ്രിന്റ് പ്രവർത്തിക്കുന്ന ഒരു ചെയ്യുന്നതിന് സംഘടനയോട് മുമ്പ് സോഷ്യൽ മീഡിയയിൽ അത് ചോദിക്കുന്നു എന്താ നാളെ കുഴപ്പം? ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അതിനകത്തെ കണ്ടന്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന പോലെ നിങ്ങൾ ആദ്യം ജനാധിപത്യ ദംശനത്തിലേക്ക് പോകുന്ന വഴി കൃത്യമായിട്ട് മനസ്സിലായിട്ടും നിങ്ങൾ നടിക്കുന്നുണ്ട്. സർക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അതാണോ ജനാധിപത്യ ദംശനം? രജിസ്ട്രേഷന് നിങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാജരാക്കണം എന്ന് പറയുന്നതിനകത്ത് ഒരു യുക്തിയുടെ പ്രശ്നമുണ്ട്. കൂടാതെ പ്രായോഗിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമുണ്ട്. നിലവിലുള്ള എല്ലാ സ്ഥാപനങ്ങളും വീണ്ടും എല്ലാ വിവരങ്ങളും സമർപ്പിക്കണം. വീണ്ടും എല്ലാ വിവരങ്ങളും കൂടി ചർച്ച കഴിഞ്ഞു തോന്നുന്നു. ഇല്ല കഴിഞ്ഞിട്ടില്ല അല്ല കഴിഞ്ഞ പോലെ ഇരുന്നൂടെ ശ്രീതു അല്ലെ വഴക്കിടും. സാജു കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല, ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. എനിക്ക് വേറൊരു ചർച്ചയുണ്ട് മഞ്ജുഷ്. ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു നിയമപ്രശ്നം കൂടിയുണ്ട്. അത് പ്രായോഗികമാണ്. മറ്റൊരു ചർച്ചയിൽ ജോയിൻ ചെയ്യണം. വീണ്ടും വിവരങ്ങൾ ഒരിക്കൽ കൂടി ഫോം FCRF അനുസരിച്ച് സമർപ്പിക്കേണ്ട ബാധ്യത. സമയബന്ധിതമായി ഇതൊന്നും സമർപ്പിച്ചില്ലെങ്കിൽ റിന്യൂവൽ ഉടനെ ഇല്ലാതെ ആകും. ഇതെല്ലാം ഓൾറെഡി നിങ്ങളുടെ 2010 2011 ചട്ടങ്ങൾ അനുസരിച്ച് നിലവിലെ ചെയ്യാണ്. അത് മാത്രമല്ല, ഈ പണം മുഴുവൻ വരുന്നത് പാർലമെന്ററി സ്റ്റേറ്റ് ഡൽഹിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരേ ഒരു ബാങ്കിലേക്കാണ്. ഇത് ഇന്ത്യയിലെ എല്ലാ ബാങ്കിലേക്കും അല്ല. അവിടെ നിന്ന് കൃത്യമായിട്ട് അറിയാം ഇത് എവിടേക്കാണ് പോണത് എന്ന്. എന്നിട്ടാണ് ഒരു പ്രാവശ്യം എല്ലാ വർഷവും പുതുക്കുന്നതാണ്. പുതുക്കിയില്ലെങ്കിൽ അങ്ങേ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഓരോ കാര്യങ്ങൾ നിലവിലുള്ള സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് സമർപ്പിച്ചില്ലെങ്കിൽ അത് അവരുടെ റിന്യൂവൽ വീണ്ടും സാധ്യമല്ല. അത് റിന്യൂവൽ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പാടാണ്. അതുകൂടാതെ ഓൺലൈൻ രജിസ്ട്രേഷൻ പാടാണ്. ഈ ഇന്ത്യയിലെ മുക്കിലും മൂലയിലും വില്ലേജിലും കേരളത്തിലെ ഇടുക്കിയിലുള്ള ഒരു ഓർഗനൈസേഷന്റെ ഒരു വ്യക്തി ഡൽഹിയിൽ കിടന്ന് എത്ര ദിവസം പാടുപെട്ടു ഒരു ഉദ്യോഗസ്ഥനെ കണ്ട് എത്താനായിട്ട്. ഇപ്പോ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് അവരുടെ പിന്നാലെ പോയി ഇത് നടന്നാൽ പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് കണ്ടു കിട്ടാൻ തന്നെ പാടാണ്. ഇവിടെ ഒരു പെർമിഷൻ കിട്ടാൻ അകത്തേക്കൊന്ന് കയറാൻ, കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിലേക്ക് അകത്തേക്കൊന്ന് കയറാൻ എത്ര അധികം പാടുപെടണം എന്റെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത്. ശരി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഡ്വക്കേറ്റ് സാജു ജേക്കബ്. നന്ദി ശ്രീ സാജു ജേക്കബ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ CB സത്യൻ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെടണോ? ആശങ്കപ്പെടേണ്ടതുണ്ടെന്ന് 71% പ്രേക്ഷകർ, വേണ്ടെന്ന് 26%. 2 പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.